ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ്. നമ്മളിതാ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ കൂടെ വലിയൊരു ബ്രേക്കിന് ശേഷം നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ കൂടെ 4-5 പേരുണ്ട്, 5 പേരുണ്ട്. അവരെ എല്ലാരും കൂടി ഒരൊറ്റ പേര് പറയാം, ഓൾഡ് സ്കൂൾ ബോയ്സ്. കുറെ നാളായി നമ്മളുടെയും അവരുടെയും കമന്റ്സിൽ നമ്മുടെ പ്രേക്ഷകരും അവരുടെ പ്രേക്ഷകരും ഒരു കൊളാബ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എങ്ങനെ ചെയ്യുന്ന ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. കാര്യം ഞങ്ങളുടെ കയ്യിൽ 2 ക്യാമറയും 3 മൈക്കും വെച്ച് ചെയ്യുന്ന പരിപാടിയാണ്. എനിക്ക് തോന്നുന്നു യൂട്യൂബ് പോഡ്കാസ്റ്റ് ചരിത്രത്തിലെ 2 വൺ ടീംസ് രണ്ട് വമ്പന്മാർ ഒത്തുകൂടിയിരിക്കുകയാണ്. ബാക്കിയുള്ള വമ്പന്മാർ അവിടെ ഇരിക്കുക. 5 അക്കത്തിൽ വ്യൂസ് ഉള്ള 2 ചാനലുകളാണ്. എപ്പിസോഡ് ഇറങ്ങുന്നതിന് മുമ്പ് പേപ്പറിൽ ഒരു ഇതൊക്കെ പോണല്ലേ, കൊളാബ് വന്നു എന്നൊക്കെ. പക്ഷെ ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഇതാണ് കേട്ടോ. നമ്മുടെ ലൈവ് ചെയ്തപ്പോഴും ഓൾഡ് സ്കൂൾ ബോയ്സ് ആയിട്ട് ജയിക്കുന്നുണ്ടായിരുന്നു. അതെ അതെ, നമ്മൾ പോഡ്കാസ്റ്റ് നിർത്തിയ ടൈമില്, ഇന്റർലെസ് പോഡ്കാസ്റ്റ് നിർത്തിയ ടൈമില് നമ്മളെ ഓഡിയൻസ് ഒരുപാട് പേര് അവർക്കൊരു ആശ്വാസം കിട്ടിയത് നിങ്ങളുടെ ഞങ്ങളുടെ മെസ്സേജിലും വരാറുണ്ട്. ഞങ്ങൾ ആദ്യം കണ്ടായിരുന്ന ഇതായിരുന്നു, അത് നിർത്തി കഴിഞ്ഞപ്പോഴാണ് നിങ്ങളിലേക്ക് വന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി കോമ്പറ്റീഷൻ കൂടുവാണല്ലോ. നിങ്ങൾക്ക് ഫസ്റ്റ് നടത്തിയപ്പോ തന്നെ അറിയായിരുന്നല്ലോ ഇത് ഇത്ര മാർക്കറ്റ് ഉള്ളൂ. ശരിയല്ലല്ലോ. അപ്പൊ അവസാനം ഞങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കേട്ട് വരാൻ വേണ്ടി പക്ഷെ നിങ്ങള് പോഡ്കാസ്റ്റ് തുടങ്ങിയത് കുറച്ചുകൂടെ നിങ്ങളുടെ ഈ സ്റ്റാൻഡപ്പ് കോമഡി പ്രൊമോട്ട് ചെയ്യുക, ആ ഒരു ഞങ്ങൾക്ക് അതായിരുന്നു മെയിൻ ഇത്. അതായത് നമുക്ക് ഒരു ഷോ വയ്ക്കുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറഞ്ഞ സാധനം മാർക്കറ്റ് ചെയ്യാന്നുള്ളതാണ്. നമ്മുടെ ഒരു ഷോ നടക്കേണ്ടത് ആൾക്കാരിൽ എത്തിക്കാൻ ഒരു വഴിയില്ല. പിന്നെ നമ്മൾ ചെയ്യണ സംഭവം എന്ന് പറഞ്ഞാൽ സെറ്റുകളാണ് ചെയ്യുന്നത്, അത് റിപ്പീറ്റഡ് ആയിരിക്കും. ഒരു സ്റ്റേജ് ചെയ്ത സാധനം തന്നെ അടുത്ത് ഇതിൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോസ് ഔട്ട് ചെയ്യാനും പറ്റില്ല. കണ്ടന്റ് തമാശ റിപ്പീറ്റ് വാല്യൂ ഇല്ലല്ലോ. ഒരു പ്രാവശ്യം കണ്ട സാധനം വേണ്ട, നിങ്ങൾക്ക് അതല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ലെന്ന് ചോദിക്കും. അപ്പൊ പിന്നെ നമുക്ക് ആൾക്കാരുടെ ഒരു ഫാൻ ബേസ് ഉണ്ടാക്കുക എന്നുള്ള ഒരു സാധനത്തിന് നമ്മൾ ശരിക്കും പോഡ്കാസ്റ്റ് യൂസ് ചെയ്തത്. അപ്പൊ അതിൽ നമ്മുടെ ഷോസ് പ്ലഗ് ചെയ്യാം. ഈ വരുന്ന 8-ാം തീയതി നമ്മുടെ ഷോ ഉണ്ടെന്ന് പറയാം. അതിനൊരു ഫാൻ ബേസ് ശരിക്കും അതിന്റെ ഒരു ചെറിയതായിട്ട് റിസൾട്ട് വരുന്നുണ്ട്. നമ്മളിപ്പോ കാണുന്ന ഷോയ്ക്ക് പോഡ്കാസ്റ്റിന്റെ ഫാൻസിന്റെ ഇപ്പൊ ബാംഗ്ലൂർ ഷോ ഇടുമ്പോൾ നമുക്ക് വേറെ മാർക്കറ്റിംഗിലേക്കൊന്നും പോകണ്ട. നമ്മുടെ ഒരു ഷോ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് ഫാൻസ്. അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ വരുന്ന 27-ാം തീയതി എപ്പിസോഡ് ഇറങ്ങും. അത് ശരി കേട്ടോ. പക്ഷെ ഇറങ്ങിയിരിക്കും 27-ാം തീയതി ഞങ്ങളുടെ ഒരു ഇപ്പൊ ചെയ്തിട്ടുള്ളതില് കൊച്ചിയിൽ ചെയ്തിട്ടുള്ള ഒരു വലിയ ഷോ ആണ്. 250 സീറ്റർ ഒബ്രോണില് ഒരു ഹോൾ എടുത്തിട്ട് നമ്മള് കയ്യിൽ നിന്ന് കാശ് ചെലവാക്കി ചെയ്യാണ്. ജോൺജോയുടെ സെറ്റ് ഉണ്ട്, അതുപോലെ മഹാദേവന്റെ ഞാനൊരു 1 അവറും മഹാദേവന്റെ ഒരു ഓൾമോസ്റ്റ് 1 അവറും ഒരു 2 അവറിന്റെ ഒരു ഷോ. 27-ാം തീയതി ആണല്ലേ? 27 നിങ്ങള് ഇത് കൊറേ കാണുന്ന 27 അല്ലേ? എത്ര മണി? അത് പ്രേക്ഷകർക്ക് ഒന്ന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഇറങ്ങുമോ ആ സമയത്ത് കൊച്ചിയിലോട്ട്? ഇറങ്ങാം. ഡിസംബർ ഇറങ്ങി അടിപൊളി. ഇവർ രണ്ടുപേരും ഇല്ല. ഞാൻ ഒരു ട്രിപ്പ്, നമ്മുടെ മഹാദേവൻ ട്രിപ്പ് ട്രിപ്പ് ദുബായ് പോകണം. കടത്ത് സ്വർണ്ണ ഞാൻ നമ്മള് പറ്റില്ല. നോർത്ത് ഇന്ത്യ, കസോൾ, മെയിൻ ലക്ഷ്യം ഗോവയാണ്. നോർത്തിൽ എവിടെ? ഇവര് ഇന്ത്യ പോലും എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞപ്പോ ഗോവയാണ്. അല്ലായിരുന്നെങ്കിൽ നമ്മൾ വന്നേനെ, ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വന്നേനെ. നോർത്ത് ഇന്ത്യ പോണ വരികയല്ലേ കൊച്ചി? അതിനേക്കാളൊക്കെ ഭയങ്കര ഇതാണോ വെറുത്താണെന്ന്. അതൊക്കെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു ബ്രേക്ക് എടുത്തത്? കുറെ നാൾ ബ്രേക്ക് ആയിരുന്നു. പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിട്ട് കുറെ ആൾക്കാർക്ക് കണ്ടും ആ സ്റ്റുഡിയോ ഒക്കെ ഒന്ന് മാറ്റി ചെയ്യണം എന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. സ്റ്റുഡിയോ മാറ്റിയോ? അപ്പം ഇല്ല, സ്റ്റുഡിയോയുടെ പുറകിലുള്ള കളറൊക്കെ തേച്ച് മാറ്റി കളഞ്ഞു. അല്ല, നമ്മളും പണ്ട് ഈ സാധനം ചെയ്തിട്ടുണ്ട്. പോഡ്കാസ്റ്റ് സീസൺ ബ്രേക്ക് എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കും. നമ്മള് ഒരു സ്റ്റുഡിയോ അപ്പുറത്തെ സ്റ്റുഡിയോ പോയപ്പം 2ാമത്തെ സീസൺ ആയി. പിന്നെ കുറച്ച് ബ്രേക്ക് എടുത്തപ്പം 3ാമത്തെ. നിങ്ങൾ ബ്രേക്ക് നീണ്ടി പോയാ? ഒരു മാസം. നമുക്ക് ഒരു കാശിന്റെ ബുദ്ധിമുട്ട് വരുമ്പോൾ തിരിച്ചു അങ്ങനെ ബ്രേക്ക് ആയി. EMIs ഒക്കെ ഇങ്ങനെ വിളിച്ചു തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ കുറെയൊക്കെ നമ്മള് പേഴ്സണൽ ആയിട്ടുള്ള കഥകളൊക്കെ പറഞ്ഞ് കുറെ കഴിഞ്ഞു. ഇനിയിപ്പോ എന്താണ്? നിങ്ങൾ എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഞങ്ങളിപ്പോ 100 എപ്പിസോഡ്, 101 എപ്പിസോഡ് പോയിട്ടാണ് നമ്മൾ 400 എപ്പിസോഡ്. നമ്മളിത്ര 400 എപ്പിസോഡ് പോയില്ലേ? 400 400 എപ്പിസോഡ് പോയപ്പോഴാണ് നമ്മളത്. നമ്മൾ ഈ OSP പോഡ്കാസ്റ്റ് ഇപ്പൊ എത്രയായി?
37. 18. നമുക്ക് ഇപ്പോഴും എനിക്കൊന്നും പഴയ കഥകളൊക്കെ എടുത്തിട്ടാണ് അതൊക്കെ മറന്നു കാണും. നമ്മള് ഏകദേശം 2021 തുടങ്ങിയാണ്, ഇപ്പം മറന്നു കാണും. ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ, ആദ്യത്തെ ഒരു ക്രിസ്മസിൽ പറഞ്ഞ കഥ രണ്ടാമത് പറയുമ്പോ കഥ മാറുന്നുണ്ട്, കുറച്ച് കയ്യിൽ കളിക്കുന്നുണ്ട്. അതാ പ്രശ്നം. പക്ഷെ പ്രേക്ഷകർക്ക് ഇത് ഓർമ്മയുണ്ട്, ആൾക്കാർക്ക് ഇത് ഓർമ്മയുണ്ട്. നീ ഇതല്ലല്ലോ പറഞ്ഞില്ല. അതാണ് അതിന്റെ പേടി കാരണം, അല്ലെങ്കിൽ വീണ്ടും എടുത്തിട്ട് കളിക്കായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഗസ്റ്റിനെ കിട്ടുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക്. നമ്മളെക്കാട്ടും കൂടുതൽ ഗസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. കിട്ടും. കാര്യം കൊച്ചിയാണ്, കൊച്ചിയിൽ കുറച്ച് ആൾക്കാരെ. പക്ഷെ എന്നാലും കുറെ ആളെ കിട്ടാൻ അല്ല അവര് വരാത്തതിൽ അവര് നമ്പേഴ്സ് നോക്കല്ലോ. ഇതൊരു മൂവി പ്രൊമോഷൻ ടൈമിലാണ് ഇവര് വരുന്നത്. അപ്പൊ നമുക്ക് എത്ര റീച്ച് ഉണ്ട്, ഒരു 100K പ്ലസ് ഒക്കെ പോകണ്ടെങ്കിൽ കൊച്ചിയിലായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് റെഗുലർ റെഗുലർ ആയിട്ട് ഗസ്റ്റ് എല്ലാ സിനിമ ഇറങ്ങുമ്പോഴും. അതെ അതെ, വ്യൂസ് ഇല്ലേ, വ്യൂസ് 100K വ്യൂസ് റീച്ച് അതല്ല, നമ്മള് 20Kയും 40K ഒക്കെ ഇല്ലേ, അത് 40K വ്യൂസ് നല്ല വേറൊരു എന്ന് വെച്ചാൽ 40K നല്ല വ്യൂ ആണ് നമ്മളെ ഇതില്. അവ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വ്യൂവേഴ്സ് കുറച്ചും കൂടി ഇല്ല, നമ്മളെ 40K വ്യൂസും അവരെ 200K വ്യൂസും ഏതാണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സോളിഡ് വ്യൂസ് ആണ്. നിങ്ങൾ പറഞ്ഞ കേക്ക് അതാണ് ഞാൻ 20K ഒരു ഡിഫറൻസ്. ഓൾഡ് സ്കൂൾ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ സാധനം പറഞ്ഞത് വേറൊരു ഫീൽ അല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ എന്താ പറയാ, നമ്മളൊരു ഫ്രണ്ട് ആയിട്ട് കാണുന്ന ആൾക്കാര് അല്ലേ. നമ്മൾ പിന്നെ ലൈവ് നടത്താറുണ്ട്. നമ്മുടെ 100ാമത്തെ എപ്പിസോഡ് നമ്മുടെ അവിടെ പെർഫോമിംഗ് സ്പേസിൽ ക്രൗഡിന്റെ ടിക്കറ്റഡ് ഒരു സംഭവം ചെയ്തത്. അപ്പൊ ക്രൗഡിനും അതിൽ വന്ന് സംസാരിക്കാനുള്ള ഒരു സംഭവം, ലൈവ് പോഡ്കാസ്റ്റ് ഓഡിയൻസിന് ഇരുത്തിയിട്ട്. നമുക്ക് പണ്ടൊരു പ്ലാൻ ഉണ്ടായിരുന്നു, ചെയ്തില്ല. നമുക്ക് ഈ സ്പേസ് ഉള്ള കാരണം നമുക്ക് പെട്ടെന്ന് ആ സാധനം എക്സിക്യൂട്ട് ചെയ്ത് എടുക്കാൻ പറ്റില്ല. അവിടെ അങ്ങനെ ഒരു നമ്മൾ പെർഫോം ചെയ്യുന്ന ഒരു സ്പേസ് ഉണ്ട്. നിങ്ങൾ കൊച്ചിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു അവിടെ ഒന്ന് ഇരിക്കും ആ സ്പേസിൽ. കൊച്ചിയിൽ ഞാൻ വരാറുണ്ട്, എനിക്ക് സ്പേസ് ആവശ്യമുണ്ട്, വരട്ടെ ഇടയ്ക്ക്. 1000 രൂപ ലാഭം. അല്ല, എവനൊരു ഒരു സ്റ്റാൻഡപ്പിന് ഒരു സ്പേസ് കൊടുത്താൽ നിങ്ങൾ പിരിച്ചുവിടാം. നിങ്ങൾക്ക് എപ്പോഴാണോ സീസണിന്റെ ബ്രേക്ക് എടുക്കാനുള്ളത് ആ സമയത്ത് ഇതിടുക. അപ്പം ബ്രേക്ക് വരും. ഒരു ടിവിയിൽ ഒരു പരിപാടിക്ക് പിടിക്കുന്നുണ്ട്, അത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. OTT ആണ്. അപ്പൊ അത് ഓണാകുമ്പോ വരും. അത് ഒരു കൊല്ലായി ഓണാക്കുന്ന ഇച്ചിരി ടാസ്ക് പേപ്പറിൽ കിടന്ന് കളിക്കാൻ വേണ്ടിട്ട് നെറ്റ്ഫ്ലിക്സിലൊക്കെ ഷോ പോലെ, അതുപോലെ നെറ്റ്ഫ്ലിക്സിലൊക്കെ ഷോ പോലത്തെ കോമിക്സ് പോലെയൊക്കെ ഒരു സാധനം റിയാലിറ്റി ഷോ. നമുക്കൊന്നും ഇത് പെർഫോം ചെയ്യുന്നവരധികം കിട്ടാനില്ലല്ലോ. അപ്പൊ ഏകദേശം കയ്യിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രൂം ചെയ്ത് എടുക്കാം എന്നുള്ളൊരു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ക്യാഷ് പ്രൈസ് ഒക്കെ ഉണ്ട്. ഇനിയൊരു ഫീൽഡ് ആണോ ഇനി നമ്മുടെ? അവർ സ്റ്റാൻഡപ്പിൽ നിന്ന് പോഡ്കാസ്റ്റ് വന്നു, പോഡ്കാസ്റ്റിന് സ്റ്റാൻഡപ്പിൽ പോകും. അല്ല, നിങ്ങൾ ഈ സ്റ്റാൻഡപ്പ് ഇപ്പൊ ചെയ്യുമ്പോഴേ ഇപ്പൊ ആൾക്കാർ എങ്ങനെയാണ്, മറ്റേ ആരെങ്കിലും ഒക്കെ ഇതാവാറുണ്ടോ, ദേഷ്യപ്പെടാറുണ്ടോ? നമ്മൾ തന്നെ ടിക്കറ്റ് എടുക്കാൻ എസ്പെഷ്യലി ഈ പറഞ്ഞ പോലെ ക്രൗഡ് വർക്ക് ഇപ്പോൾ മഹാദേവന്റെ കേസിലൊക്കെ ചെയ്യുമ്പോൾ അത് ഓഡിയൻസിനോട് ഇന്ററാക്ട് ചെയ്തിട്ട് അപ്പൊ സ്പോട്ടിൽ തമാശ അടിക്കുന്ന പരിപാടിയാണ്. അപ്പൊ ചിലപ്പോ ചില ക്യാരക്ടേഴ്സ് വരും, അപ്പൊ അങ്ങനത്തെ എനിക്കൊന്നും ഒരു വീഡിയോ വരും. പക്ഷെ ദേഷ്യപ്പെടുന്നല്ല, അത് ആൾക്കാരുടെ ഈഗോ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് അതാശം നല്ല അടിപൊളിയായിട്ട് സ്റ്റേജ് ചെയ്യും. അപ്പൊ അങ്ങനത്തെ നല്ല സ്കിൽ ഉണ്ടാവും ക്രൗഡ് വർക്ക് ഒരു സാധനം. എനിക്ക് ആ സാധനം 2 ഇങ്ങോട്ട് അടിച്ചാൽ ചിലപ്പോൾ ഞാൻ പേടിക്കും. അത് കാരണം ഞാൻ നല്ല സ്ക്രിപ്റ്റ് ആയിട്ട് ചെന്ന് ഞാനൊരു കഥയായിട്ടോ പറയുള്ളൂ. ക്രൗഡായിട്ട് ചില ഇന്ററാക്ഷനുകളുള്ളൂ, ഞാൻ സ്ക്രിപ്റ്റഡ് ഒരു സാധനം ചെയ്യുള്ളൂ. ഇത് ഫുള്ളായിട്ട് ക്രൗഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. ക്രൗഡ് എങ്ങനെ ബിഹേവ് ചെയ്യും, അല്ലെങ്കിൽ ഇത് എൻജോയ് ചെയ്യുന്നവരാണോ. മറ്റേതിൽ ഇപ്പൊ നമ്മളെ കളിയാക്കണ സാധനം എന്തായാലും അവര് ചിരിക്കും. ഏതെങ്കിലും ഒരു 4 ഹൈ പോയിന്റ് ഉണ്ട്, ഇതിൽ എവിടെയെങ്കിലും ഒരു ചിരി കിട്ടും. ഇതിപ്പോ നമ്മൾ ഇന്റർവ്യൂ ചെയ്യണല്ലേ. ഞാൻ അടുത്ത ദിവസം ചോദിക്കാൻ വന്നതാണ് മാക്സമിനിയുടെ കാര്യം ചോദിക്കും. മാക്സമിനി റീസെന്റ് ഇന്ത്യയിൽ പുള്ളി കുറെ ഷോസ് ചെയ്യുന്നു. ഞാൻ ഇടയ്ക്ക് നോക്കി, അപ്പൊ ടിക്കറ്റ് ഔട്ട് ആയിരുന്നു. കാണാൻ പ്ലാൻ ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങേരുടേത് കാണണമെന്നുണ്ടായിരുന്നു. പുള്ളിയുടെ എത്ര ഭയങ്കര 3000-4000 എല്ലാ ടിക്കറ്റും അങ്ങനെ താറ്റുകയും ചെയ്യും, പട്ടി താറ്റുവാണ്. 3000 ഒക്കെ എടുത്ത് പേടിക്കണ്ട, ഏറ്റവും ബാക്കിലായിരിക്കും. അവിടുന്ന് ചിലപ്പോഴൊക്കെ അങ്ങനെ ഒരാളെ വിളിക്കും. അതും പുള്ളിക്ക് എപ്പോഴും ഇന്ത്യയിലുള്ള ഷോ, ഞാൻ ചുമ്മാ പുള്ളിയുടെ ക്ലിപ്സ് കാണുമ്പോൾ പുള്ളിക്ക് റെഗുലർ ആയിട്ട് കിട്ടുന്ന ഒരു സാധനം. ആൾക്കാർ ലേറ്റ് ആയിട്ട് വരും ഷോയ്ക്ക്, എസ്പെഷ്യലി ബാംഗ്ലൂരാണ്. കുറെ പേര് ലേറ്റ് ആയിട്ട് വരുന്നവര് പിടിക്കുന്നു, ലേറ്റ് ആയിട്ട് വരുന്നവര് പിടിക്കുന്നു. ആ ഒരു പാറ്റേൺ. ട്യൂഷൻ സാർ വൺ ഡാർക്ക് സാധനം ഏറ്റവും അവസാനം നല്ലോണം ഹാൻഡിൽ ചെയ്യും. അവസാനം അടിപൊളി മനുഷ്യനാണ് നിങ്ങൾ ഒരു സാധനം കിട്ടും അവസാനിപ്പിക്കാം. നല്ല 2 ലക്ഷം ടിക്കറ്റ് കഴിഞ്ഞ കൊല്ലം അങ്ങനെ ഒരു റിപ്പോർട്ട് കണ്ടായിരുന്നു.
ഭയങ്കര അടിപൊളി. അല്ല നിങ്ങളുടെ ഇപ്പൊ എത്ര വർഷമായി സ്റ്റാൻഡപ്പ്? സ്റ്റാൻഡപ്പ് ഇവരൊക്കെ നമ്മൾ ആക്റ്റീവ് ഈ ഗ്രൂപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് 3 വർഷം 2023 അതിന് മുന്നേ CCP എന്ന് പറഞ്ഞൊരു വേറൊരു ഗ്രൂപ്പായിട്ട്. അപ്പൊ കളക്റ്റീവ് മോഡൽ എത്ര ഒരു 5-6 വർഷമായി. 2021 തൊട്ട് നമ്മൾ കളക്റ്റീവ് മോഡലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് മുന്നേയും ചെറുതായിട്ട് തുടങ്ങിയായിരുന്നു അല്ലേ? അല്ല അതിന് മുമ്പേ കളക്റ്റീവ് മോഡൽ അല്ല കളക്റ്റീവ് മോഡലല്ല, പക്ഷെ അന്ന് ബാംഗ്ലൂര് ഉണ്ട് സമയത്ത് കഫേയിലൊക്കെ പോയിട്ട് ഒരാളെ ഉണ്ടാവില്ല, ചിലപ്പോ ആരും ഉണ്ടാവില്ല, അവിടെ ഒരു 4 സ്റ്റാൻഡപ്പ് കോമിക്സ് ഒന്ന് കാത്തിരിക്കും. അല്ല അവിടെ ഇപ്പോഴും ഞാൻ ബാംഗ്ലൂർ പോകുമ്പോൾ അവിടുത്തെ കോമിക്സ് ആക്ച്വലി നല്ല പണിയെടുക്കും. അടിപൊളിയായിട്ട് അല്ല അവർക്ക് സ്പോട്ട് കിട്ടാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളൊരു ഷോ ആയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ വെന്യൂല് സ്ഥിരമായി പറ്റി കിടക്കുന്ന കുറച്ച് പേരുണ്ടാവും. ഒരു ബ്രോ ഓപ്പണിംഗ് ചെയ്യണം, ഒരു 5 മിനിറ്റ് വേണമെങ്കിൽ നമ്മൾ ചെയ്യാട്ടോ, വേണ്ട ഞങ്ങളുടെ തന്നെ ഉണ്ട്. അവർക്ക് ആ സ്പോട്ട് കിട്ടാൻ കുറച്ച് ഓഡിയൻസിന് കിട്ടാന്ന് പറയുന്നത് ഭയങ്കര ഒരു കാര്യം. അവിടെ ഇതൊരു ഭയങ്കര കോമ്പറ്റീഷനാണ്. നമ്മുടെ അവര് ഓപ്പൺ മൈക്ക് ചെയ്യും, അമ്മമാര് ദിവസം 10-12 സ്പോട്ടൊക്കെ ചെയ്യണ ആൾക്കാര്. അതുപോലെ അത് ഇങ്ങനെ ആൾക്കാരെ വെളിയിലിറങ്ങി, അപ്പൊ MG റോഡിന്റെ അവിടെയൊക്കെ കോമഡി ക്ലബ് ഉണ്ട്. അവന്മാര് പുറത്തിറങ്ങിയ ആൾക്കാരുടെ പറയും കോമഡി ഉണ്ട്, വാ 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 ഫസ്റ്റിംഗ് എന്ന് പറയാം. അങ്ങനെ ആൾക്കാരെ വിളിച്ച് കയറ്റി അവന്മാര് തമാശ പറഞ്ഞ് വെറുപ്പിച്ച് ഒരു ദിവസം നമ്മുടെ അവിടെ കഫേലെ ആൾക്കാർ പറയും, ആൾക്കാർ വെറുപ്പിക്കുന്നത്. അല്ല എന്നാലും ഇപ്പോഴെങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ സീൻ? ബിൽഡായി വരണേന്നുള്ളൂ. ടിക്കറ്റ് മുമ്പത്തെക്കാലം കുറച്ചും കൂടി ബെറ്റർ ആണ്. ബെറ്ററാണ്. ഈ പറഞ്ഞ പോലെ വരണവരൊക്കെ പറയുന്നത് ആദ്യമായിട്ടൊക്കെ കാണണം ഇങ്ങനെ ഒരു പരിപാടി ടിക്കറ്റ് എടുത്തിട്ട്, പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്നുള്ള സാധനം പറയാറുണ്ട്. പക്ഷെ ഇപ്പോഴും നമുക്ക് നമ്മുടെ മലയാളി ഓഡിയൻസിന് ചിന്തിക്കേണ്ട കാര്യം, ഞാൻ എന്തിനു ടിക്കറ്റ് എടുത്തൊരു തമാശ കാണാൻ പോകണം, ഇഷ്ടം പോലെ ടിവിയിലുണ്ട്. ഒരു 7 മണി തുടങ്ങിയിട്ട് സ്കിറ്റും സാധനങ്ങളൊക്കെ ആയിട്ട് ഇത്ര ഉണ്ട്. പിന്നെ ഇൻസ്റ്റ തുറന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കണ്ടന്റ് ഉണ്ട്. ഇത് കഴിഞ്ഞ് എന്തിനാ സ്റ്റാൻഡ്? അതിപ്പോ മ്യൂസിക് കാരണം നമ്മള് യൂട്യൂബിൽ കാണുന്നതും ലൈവ് കാണുന്നതും തമ്മിലൊരു വ്യത്യാസമുണ്ട്. തിയേറ്ററിലാണെങ്കിലും നമ്മളൊരു തമാശ പടം തിയേറ്ററിൽ കാണാൻ ഭയങ്കര രസമാണ്. എല്ലാരും കൂടി ഇരുന്ന് ചിരിക്കുന്നതിന്റെ ഒരു വൈബാണ് നമ്മൾ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബാംഗ്ലൂർ വരുമ്പോഴത്തേക്ക് ഉണ്ട് കേട്ടോ. ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ അവൻ അവിടുത്തെ ആക്റ്റീവാണ്. നിങ്ങൾക്ക് മെമ്പർ ആക്കാം. വളരെ ആക്റ്റീവാണ്. ഇവൻ നല്ല ക്വിക്കായിട്ട് സാധനങ്ങൾ പറയണ കോമഡി കൊമേഡിയനാണ് നമ്മുടെ കൂട്ടത്തിൽ. കൊച്ചി വരുമ്പോ തമാശ ഇനി ട്രിവാൻഡ്രത്ത് ഇറങ്ങുമ്പോ എങ്ങനെ പറയാം, നമ്മൾ രണ്ടുപേരും കാണാൻ ആള് കിട്ടാതെ പെർഫോം വിളിച്ചിരുത്തും. താടി വീശം വളർത്തണം വെച്ച് ഇറങ്ങേണ്ടി വരും. നിങ്ങൾ എന്തിനാ തിരുവനന്തപുരത്ത് നമ്മുടെ പരിപാടി എടുക്കാൻ വേണ്ടി മാത്രമാണോ? സത്യം. ഇവനൊരു സ്കൂളിന്റെ റീയൂണിയൻ ഉണ്ടായിരുന്നു, വരണ്ടായിരുന്നു. അതിന് പോയി എല്ലാരും വെറുപ്പിച്ചിട്ടൊന്നിരിക്കുകയാണ്. വെറുതെ വേണമെങ്കിൽ ഇതിക്കൂടെ അവരോട് മാപ്പ് പറഞ്ഞു. അവിടെ പോയി സ്റ്റാൻഡപ്പ് ചെയ്താ അവരെ വെറുപ്പിച്ചു സ്റ്റാൻഡപ്പ് ചെയ്താൽ നമ്മളാണോ സ്റ്റാൻഡപ്പ് ചെയ്യുന്നത്? 9 കൊല്ലത്തെ എക്സ്പീരിയൻസ് സ്കൂളിൽ പോയി വെറുപ്പിച്ചു സ്റ്റാൻഡപ്പ് ചെയ്താൽ അവിടെ പോയി സ്റ്റാൻഡപ്പ് ചെയ്താൽ ഭേദമായല്ലേ? സ്റ്റാൻഡപ്പ് ചെയ്ത് മനസ്സിലായില്ല. അവിടെ ആളൊന്ന് ഇരുന്നു ഇന്നലെ അവിടെ പോയിട്ട്. അതെന്തായ നമ്മള് ഇത് മഴവിൽ മനോരമയില് അനീസ് ഇല്ലേ, നമ്മള് മറ്റേ മാമുക്കോയര എൻട്രൻസിന് അനീസും ഉണ്ടായിരുന്നു. കോട്ടൊക്കെ ഇട്ട് തോക്ക് വെച്ചോണ്ട് മാമുക്കോയര ഒരു എൻട്രൻസ് ഉണ്ടായിരുന്നു. സ്പെഷ്യൽ എപ്പിസോഡ് അപ്പോഴും നമ്മൾ അവിടെ വന്നായിരുന്നു, കാർത്തിക്കിന്റെ കൂടെ അവിടെ വന്നായിരുന്നു. അപ്പോഴ് അവിടെ ആള് കുറവായിരുന്നു. അപ്പോഴും നമ്മളും കൂടെ കയറി. അപ്പോഴ് അനീസ് അവിടെ ഉണ്ടായിരുന്നു, ശ്രീകാന്ത് 3 പേരുണ്ടായിരുന്നു. അപ്പോഴ് കയറി, അപ്പോഴ് എനിക്കൊരു കോട്ട് തന്നു. അപ്പോഴ് അനീസ് പറഞ്ഞു, നിങ്ങൾക്കുമാകാം കോടീശ്വരനില് സുരേഷ് ഗോപി ഇട്ട കോട്ട. നെടുമുടികൾ ഇടൂലേ റാവുത്തറുള്ള സിനിമയില് അതുപോലെയാണ് ഇട്ടോണ്ടത്. പക്ഷെ ഭയങ്കര ഇതായിരുന്നു. ടിവിയിൽ വന്നപ്പോ ലൈറ്റ് ചെയ്യില്ലേ, ആരെയും കാണാം, മാമുകോയ മാത്രമായി. ഇരുട്ടായിരുന്നു, നമുക്കൊന്നും ലൈറ്റ് ഇല്ലാണ്ട്. ആകെ ശ്രീകാന്തിനെ മാത്രമേ എന്നെ മാത്രമേ കാണാം, യവന്മാരെയൊന്നും കാണാൻ കിട്ടും. നിന്റെ കൂടെ അല്ല അനീസ്? നിന്റെ കൂടെ എന്റെ കൂടെ ഇവന്റെ ബാക്കിലായിരുന്നു.
മഴവില്ല ആ ഒരു പരിപാടി ഉണ്ടായിരുന്നു അല്ലേ? ജോൺ കുറെ മഴവില് നമ്മൾ ഡാൻസ് സ്ഥിരമായിട്ട് പോകുമ്പോ ഇങ്ങനത്തെ സ്പെഷ്യൽ എപ്പിസോഡിലൊക്കെ കയറണം. അവിടെ നമ്മൾ ഡാൻസ് കളിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ നീയാണ് വേണ്ടത്. പിന്നെയാണ് നമ്മൾ അന്വേഷിച്ചത്. അത് കാരണം അവിടുത്തെ സ്പെഷ്യൽ എപ്പിസോഡിൽ മിക്ക ഡാൻസുകളിലും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ഉണ്ട് സ്പെഷ്യൽ ജോൺ ഡിങ്കിരി ഡിങ്കാലൊക്കെ ഡാൻസ് മാളവിയുടെ കൂടെ ഒക്കെ ഞാൻ ഡാൻസ് കളിക്കുന്നു. അല്ല ജോയെ നമ്മൾ പണ്ട് ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് 2021 2021 പോയപ്പോഴത്തേക്ക് നമ്മള് പോയെടുത്ത് അതെ, ആ സമയത്ത് ഭയങ്കര ആ സ്റ്റാർ പോഡ്കാസ്റ്റ് ജാട ഉണ്ടായിരുന്നല്ലേ നമ്മള് നല്ല ചമ്മലായിരുന്നു. അല്ല നമ്മള് കുറച്ചു വെയിറ്റ് ചെയ്യിച്ചു ഞാനാ? വെയിറ്റ് ചെയ്തു. ഇതാണ് അവസരം അല്ലേ ശ്രീ? ഒരിക്കലും വെയിറ്റ് ചെയ്തത് ഞാനല്ല. അന്ന് മഴവിൽ മനോരമയിലെ സ്റ്റാർ അന്ന് സ്റ്റാർ ആയിരുന്നു. അല്ല പുള്ളി വരുമ്പോ ഒരു അന്ന് ഒറ്റയ്ക്ക് വന്ന 5000 അടിച്ച് അന്ന് സ്ഥിരം അടിക്കുമായിരുന്നു. ഒറ്റയ്ക്ക് 5000 അവിടുത്തെ ഏറ്റവും കുറവ്. എന്റെ മൂന്നാമത്തെ പെർഫോമൻസ് 5000. ഞാൻ അവിടെ നല്ല അടിച്ചിട്ടുണ്ട്. 5, 15, 50, 1. ഓ അന്ന് ജോണ് ഇങ്ങനെ ഒരു ബാഗ് തൂക്കി ഇങ്ങനെ വരും. ഭയങ്കര ഓറയാണ്. അധികം മിണ്ടേന്നു. പക്ഷെ സംസാരിക്കൂല. നമ്മൾ വിചാരിച്ചു ഭയങ്കര സ്റ്റാൻഡപ്പ് ആണ്. നമ്മൾ വിചാരിക്കും ഇപ്പൊ അനർകളോ നിറുകളോ ഒഴിവോ ഇല്ല. അപ്പൊ ചോദിക്കുമ്പോ അതെ എനിക്ക് നല്ല പേടിയായിരുന്നു. വരുന്നില്ല, അന്നൊന്നും വരുന്നില്ല. പിന്നെ കുറെ ഇന്റർവ്യൂ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ശരി. പിന്നെ അതിനുശേഷം ദീപക്കും മഹാദേവനും നിങ്ങളുടെ ആ എപ്പിസോഡിലാണെങ്കിൽ പുതിയതായിട്ട് സ്റ്റാൻഡപ്പ് ചെയ്യുന്ന ആരുണ്ടെന്ന് ചോദിച്ചപ്പോ ജോൺ മഹാദേവന്റെ പേര് പറഞ്ഞിരുന്നു അന്ന്. അത് കേട്ട് മഹാദേവന് ഭയങ്കര ഇൻസ്പിറേഷൻ ആയി അല്ലേ? മഹാദേവനല്ല, എനിക്കെന്നാ അവന്റെ പേര് കിട്ടാണ്ട് ഞാൻ ചെയ്ത സെറ്റൊക്കെയാ പറഞ്ഞു. ഈ സാധനം ചെയ്തില്ല ആ പയ്യൻ. അവൻ നന്നായി ചെയ്യുന്നുണ്ട്. അവൻ പിന്നെ അവിടെ കണ്ടിന്യൂസ് 10 ബമ്പറൊക്കെ അടിച്ച് ഞാൻ പതുക്കെ സൈഡായി. ജനറലി ജോണിന് ഒരു സെലിബ്രിറ്റി ഓറ ഉണ്ടല്ലേ? ജോണിന്റെ ഒരു ഇത് മാത്രം നമുക്ക് റീൽ വ്യത്യസ്തനാണെന്ന്. അതെ recognizable ആണ്. അതും ഒന്നാമത് നിക്കുമ്പോ ഒരു മരം പോലെ നിക്കും അല്ലേ? മുടി, തലമുടി ഒരു ഇതാണ്, കണ്ണാടി. ഇനി ഞാൻ റംഷാനെ പറയണമെന്നായിരിക്കും. റിൻഷാദിന്റെ ഓറ അത് തൈര് ഇട്ട് കൊടുക്കണം. അല്ല നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങൾക്ക് ഇത് മറ്റേ ഒരു ടൈമിൽ ഭയങ്കര തെറി വന്നല്ലോ. ശരി, ഇടയ്ക്ക് ഒരു അത് നിങ്ങൾ മറ്റേ ഇതിന്റെ ആര് റോസ്റ്റ് ഞങ്ങളുടെ രണ്ടാമത്തെ മൂവി റോസ്റ്റ് ആയിരുന്നു. ആദ്യത്തെ കുഴപ്പമില്ലാണ്ട് പോയി. അത് മറ്റേല് കുറച്ചും കൂടി അധികം റീച്ച് ഉള്ള ഒരാളുണ്ടായിരുന്നു. അയാളെ പിടിച്ചപ്പോ അത് എത്തേണ്ടോടത്ത് എത്തി. അതോട് റോസ്റ്റ് നിർത്തിയല്ലേ? അല്ല, നമുക്ക് ഇങ്ങോട്ട് വരുന്ന അവസരങ്ങൾ എടുത്തി. നമ്മുടെ ഫസ്റ്റത്തെ റോസ്റ്റ് വന്നപ്പോ നമുക്ക് കുറച്ച് സിനിമ മേഖലയിൽ ഉള്ള ഇതൊരു വെറൈറ്റി സാധനം എന്നുള്ളൊരു സാധനം ഇട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു വില്ലിങ് എന്നുള്ള പോലെ ആയിരുന്നു. ഈ രണ്ടാമത്തേന് നെഗ് അടിച്ചു ഫുള്ള്. പക്ഷെ പടത്തിന് സത്യത്തിൽ അവര് ചെയ്ത ഏത് പ്രൊമോഷനിലും വർക്കായ ഒരു പ്രൊമോഷൻ ഇതായിരുന്നു. അവർക്ക് തിയേറ്റർ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം പടത്തിന്റെ പ്രൊമോഷൻ ശരിക്കും പറഞ്ഞാൽ നടന്നിട്ടുണ്ട്. അതിന് ശേഷം അപ്പൊ നമ്മള് പിന്നെ നമ്മൾ ഡെസ്പറേറ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്തു. നമുക്ക് ഒരെണ്ണം കൂടി കിട്ടിയ ഇത് നമ്മളെ കൊണ്ട് കുറച്ചും കൂടി നന്നായി ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സാധനം ചെയ്യാം. അപ്പൊ ബാക്കി എല്ലാവരും ഒന്ന് ബാക്കിലേക്ക് വലിഞ്ഞു. അല്ല, നമുക്ക് അത് നെഗറ്റീവ് അടിച്ച ഒരു സംഭവത്തിലേക്ക് പോകണ്ട. പിന്നെ അതിനുശേഷം ഷെയ്ൻ നിഗത്തിന്റെ ഒരു സാധനം ചെയ്തത്. അത് നമ്മള് ഷെയ്ൻ നിഗത്തിന്റെ എഡിറ്റ് ഭയങ്കര ലൈവ് ചെയ്തപ്പോ നല്ല വൈബായിരുന്നു. പക്ഷെ വീഡിയോ കൊള്ളൂല. നല്ല കിട്ടിയായിരുന്നു അന്ന്. നമ്മളിങ്ങനെ പറഞ്ഞു, എവിടെ ഇരുന്നപ്പോഴത്തേക്കും പറഞ്ഞു യുവന്മാർക്ക് വേറെ പണി എന്താ കാണിക്കുന്നത്, ഇറങ്ങിയപ്പോ ഒന്നും കേറിയില്ല. ടോപ്പ് കമന്റ് അവന്റെയാണ്. ഫേസ്ബുക്കില് യവന്മാർക്ക് ഇത്തിരി വ്യൂ കൂടുതലാണല്ലോ, ഒന്ന് താഴെ ഇറക്കാം. എല്ലാം അങ്ങനെയാണ്. നമ്മളെത്ര ഇത് പോസിറ്റീവ് സാധനം ഇട്ടാലും കേറില്ല. നെഗറ്റീവ് കേറാന്നറിയോ? നെഗറ്റീവ് ആണ് ആൾക്കാർ കൂടുതൽ. പക്ഷെ നമ്മളതിന് പക്ഷെ അതൊരു ഒരു കണക്കിന് റേജ് ബൈറ്റ് പോലത്തെ ഒരു സംഭവമായിരുന്നു. അല്ല, നമ്മളെ ഷോനെയൊക്കെ ബാധിച്ചിട്ടുണ്ട് ശരിക്കും. പിന്നെ ഷോനൊക്കെ ബാധിച്ചിട്ടുണ്ട്. അത് നമുക്ക് പറഞ്ഞ ഷോയുടെ കുറച്ച് ക്യാൻസൽ ആയി പോലും കാര്യങ്ങളൊക്കെ അത് ഒരു കലങ്ങാൻ കുറച്ച് സമയം എടുത്തു. കലങ്ങി തെളിയാൻ അത് ഭയങ്കര ആൾക്കാര് നമ്മള്. പക്ഷെ അത് വർക്കൗട്ട് ആക്കി എടുത്തൊരു സാധനം എന്ന് പറയുന്നത് നമ്മൾ അത്ര നാള് മറ്റേ ഒരു വേറൊരു വണ്ടർവേൾഡ് പേജിലായിരുന്നു നമ്മൾ ഇട്ടുകൊണ്ടിരുന്നത്. നമ്മുടെ ഇൻഡിപെൻഡന്റ് പേജ് ആയിരുന്നില്ല. അത് കഴിഞ്ഞപ്പോ നമ്മൾ ഇൻഡിപെൻഡന്റ് പേജ് ആക്കി. നിങ്ങൾ ഒരുപാട് വളർന്നു. നിങ്ങൾ ഇനി ചട്ടിയിൽ നിൽക്കാൻ പാടില്ല. നിങ്ങൾ വളർന്നു കഴിഞ്ഞു. സ്വന്തം കാലിൽ നിൽക്കുക. അതാണ് ഇത് ജോ പറഞ്ഞ കലങ്ങി തെളിഞ്ഞ് എല്ലാരും മറന്നിരുന്നതാണ്. അപ്പൊ ഏവന്താ നിങ്ങൾക്ക് പണ്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾ ആ സാധനം ഡിസ്കസ് ചെയ്ത് നിർത്തിയതായിരുന്നു.
നിങ്ങൾക്ക് തെറി കിട്ടാറുണ്ടോ? അസോസിയേഷന്റെ ഭാഗമായിട്ട് ഇപ്പൊ മോസ്റ്റ്ലി കിട്ടുന്ന റിവ്യൂ ഇടുമ്പോഴാണ് ഫാൻസിന്റെ ഫസ്റ്റ് പ്യുവർ ജോബിലെ ചീത്ത എത്ര പട്ടിപ്പണമെങ്കിലും കിട്ടും. നേരത്തെ എണീക്കുമെന്ന് തോന്നുന്നു. രാവിലെ തെറി. അവിടെ ഇടയ്ക്ക് ഒരു പടം കണ്ടല്ലോ, മമ്മൂട്ടിയുടെ ഒരു പടം മറ്റേ ഇങ്ങനെയൊക്കെ ബസൂക്ക, ബസൂക്ക കണ്ടിട്ട് ഇട്ട് അതിനും ചീത്ത കിട്ടിയില്ലേ? അല്ല, ഏതോ ഒരു സിനിമയ്ക്ക് നമ്മളിങ്ങനെ തെറി കിട്ടിയെന്ന് പറഞ്ഞാല് ഇവന് റിവ്യൂ പറയാം, എനിക്ക് സിനിമ കാണാം, പക്ഷെ റിവ്യൂ പറയാം. ഇവൻ തിയേറ്ററിലേ അങ്ങനെയാണ് അവര് തീരുമാനം എടുത്തത്. PR ടീം തീരുമാനം എടുത്തത് ഇവൻ കണ്ടോട്ടെ, ഇവൻ പറഞ്ഞോട്ടെ, എനിക്ക് കാണാം, പക്ഷെ ഇവൻ പോവേ ചെയ്യരുത്. തിയേറ്ററിലേ വരുന്നത്. അനീസിനെ ഡയറക്ടർ വിളിച്ചു. എനിക്ക് ഇവരുടെ നമ്പർ ഇരിക്കുന്ന എന്റെ നമ്പർ മാനേജ് ചെയ്യണവന്റെ നമ്പറാണ് കിടക്കുന്നത്. അല്ലാതെ ഇവനെ വരാം. അല്ല ഡയറക്ടർ വിളിച്ചിട്ട് ഇവൻ ആരാണ് പടം കാണണ്ടെന്നൊക്കെ പറയാൻ. അവൻ മൊത്തം നമ്മള് ഒരു സിനിമയായിട്ട് ചെയ്യില്ല. ആ ഒരു സീസണിൽ ഇറങ്ങിയ, ക്രിസ്മസിൽ ഇറങ്ങിയത് അല്ലെങ്കിൽ ഓണത്തിൽ ഇറങ്ങിയ ഒരു, അല്ലെങ്കിൽ ഇയർ എൻഡില് മൊത്തം പടങ്ങളെ വെച്ചിട്ട് ഒരു പടം അവൻ റാൻഡം പറഞ്ഞു പോയാല് എന്റെ ഇതാണ്, ഇത് കാണാം, ഇത് കണ്ടിട്ട് വലിയ കാര്യമില്ല എന്നുള്ളൊരു സാധനം. ഈ സിനിമ കാണാനൊന്നുമില്ല അങ്ങനെ. അപ്പൊ നീയാണോ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണേ എന്തെങ്കിലും എന്താ കാണാനുള്ളത് കാണാനില്ലാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര. അപ്പൊ അനീസ് ഓപ്പണാണ്. അനീസ് തെറി വന്നു കഴിഞ്ഞാൽ ആളതിന് റിപ്ലൈ കൊടുക്കും. ഇല്ല തെറി വിളിക്കില്ല. ഭയങ്കര അവൻ അവസാനം ആ ചാറ്റിന്റെ അവസാനം സോറി ബ്രോ ഇതൊന്നും അറിഞ്ഞില്ല എന്നുള്ളൊരു സാധനത്തിലേക്ക് മാറ്റിയെടുക്കും. ഭയങ്കര അടിപൊളിയായിട്ട് സംസാരിക്കും. ഭയങ്കര അപ്പോൾ ഈ വിളിച്ചപ്പോഴും ആരാണ് എടുത്തത്? ഞാനാണ് എടുത്തത്. എനിക്കാണ് കിട്ടിയത്. നേരെ പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാമിൽ ചെന്നാൽ മതി, പുള്ളി എല്ലാത്തിനും മറുപടി. നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമല്ല, നമ്മൾ കട്ട് ചെയ്യും, എടുക്കില്ല, നമ്മൾ അറ്റൻഡ് ചെയ്യൂല. കോൾ വരുന്ന ചിലപ്പോ നമുക്ക് ഷോയ്ക്കാണോ ഒന്നും അറിയില്ല, എടുത്തേ പറ്റും. നമ്മള് മറ്റേ ഇതിന്റെ സമയത്ത് ചിലതൊക്കെ നല്ല എന്റർടൈൻമെന്റ് ആയിരുന്നു. വിളിക്കണം തിരിച്ച് താറ്റിട്ടൊക്കെ. അതായത് വിളിക്കുന്നത് വലിയ ബുദ്ധിമുട്ടില്ലാത്ത പിള്ളേരുകൾ വിളിക്കും. ഇവന്മാരെ കിട്ടിയാൽ നമുക്ക് അറിയാം. അപ്പൊ അവൻ ചോദിക്കും ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ഇവനെ നിനക്ക് അറിയൂലടാന്ന് വെച്ചു. ഞാനിടാ ഇന്ത്യൻ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു. അതാണോടാ ഇപ്പൊ ചോദിക്കണത്, അറിയൂല എന്ന് നമുക്ക് അറിയാം. ഇത്ര മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഇത് അറിയൂലേ? അറിഞ്ഞൂടായിരുന്ന ദ്രൗപദി മുർമു ആയിരുന്നല്ലോ. സിനിമയാണ് വിളിച്ചത് തോന്നുന്നു. ശബ്ദമായിട്ട് സാമ്യമുണ്ടോ എന്ന് ആലോചിച്ചു. അങ്ങനെ അതൊരു കാലഘട്ടമായിരുന്നു. അത് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളത് വിട്ടു. നമ്മളത് ചെയ്തിട്ട് പ്രത്യേകിച്ച് വർക്കായില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോ ഒരു സുപ്രഭാതത്തിൽ ഞാൻ അനീസ് ഒരു ഇതിലാപ്പാടുന്നില്ല. അപ്പൊ ഞാനിന്ന് കാലത്ത് നിന്നിട്ട് വെറുതെ ഒരു റീൽ ആരോ ഫോർവേഡ് ചെയ്ത് തന്നപ്പോ മോനെ നല്ലൊരു സാധനം കത്തിച്ചിട്ടുണ്ട് വരും എന്ന് പറഞ്ഞിട്ട് ഫുൾ സാഡ് BGM ഒക്കെ ഇട്ട് നമ്മളാ പറയണ ഭാഗത്തിനെ മാത്രം കട്ട് ചെയ്ത് നമുക്ക് തന്നെ കേൾക്കും തോന്നുന്നു ഇവൻ ഒരു റീല് വന്നു. അങ്ങനത്തെ ഒരു ഇതിലാണ്, പെർസ്പെക്റ്റീവിലാണ് അത് പുഷ് ആയത്. അപ്പൊ ഞാൻ അനീസിനോട് പറഞ്ഞു, അനീസെ ഒരെണ്ണം ചെറുതായിട്ട് കത്തിന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പിറ്റേ ദിവസം കാലത്ത് എഴുന്നേറ്റപ്പോ ഫുൾ കത്തി. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ റോട്ടിൽ കൂടെ ഇറങ്ങി നോക്കുമ്പോ ആൾക്കാർ നോക്കുമ്പോ ഇവരൊക്കെ നോക്കണത് എന്ത് ഒരു സംശയം. അത് വെറുതെ നോക്കുന്നുണ്ടാവും. അത് വഴിയിൽ വെച്ച് കണ്ടിട്ട് കമന്റും വന്നിട്ടുണ്ട്, നീ മറ്റേ സ്കൂട്ടിയിലല്ലടാ പോയെന്നൊക്കെ പറഞ്ഞ് പിടിക്കുന്നത്. അതൊക്കെ ആർക്കാണ് നമ്മളിങ്ങനെ വെറുതെ അടിയുള്ളത്. അത് ചെയ്തിട്ട് കിട്ടിയത് ഒരു മസാല ദോശയാണ്. കരിയർ കളയുന്ന മോശം. ഒരു മസാല ദോശക്ക് ഇത്രയും അത് ഇന്റർനാഷണലൊക്കെ വരുമായിരുന്നേ, പല പല ഇവനെല്ലാ ടൈം സോണിൽ നിന്നും വരും. ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയ്ക്ക്. പിന്നെ സമയം നോക്കാം, ഓ UK കോള കാണിക്കുമല്ലോ ട്രൂ കോളറിലെ മറ്റേ സാധനം. ദുബായ് ടൈം സോൺ എല്ലാം വരും. ദുബായ്, റഷ്യ, പിന്നെ ഏതൊക്കെ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ. അല്ല ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് യൂട്യൂബിൽ വന്ന് പിന്നെ ഇൻസ്റ്റയിൽ റീൽസ് വന്ന് അതിനുശേഷം FB-ലോട്ട് വരും. ലാസ്റ്റ് FB-ലൊന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ബാക്കി ടീംസിന്റെ എത്തിയെന്നുള്ളതാണ്. അവിടെയാണ് ചീത്ത. അല്ലല്ല, ഇവർക്ക് റിയാക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മള് റിയാക്ട് ചെയ്ത് കുറെ പേര്, ഒരുപാട് പേര്. പിന്നെ ഞങ്ങള് ആ ട്രിക്ക് തന്നെ എടുത്തു. ഞങ്ങള് പറഞ്ഞില്ലേ പേജ് വേറെ തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ആദ്യത്തെ വീഡിയോ റിയാക്ഷൻ വീഡിയോ ആയി. ആ ഒറ്റ വീഡിയോയില് മോണിറ്റൈസേഷനായി, സബ്സ്ക്രിപ്ഷനായി. അതാണ് നമ്മുടെ അതാണ് ഏറ്റവും 1 ലക്ഷം 2 ലക്ഷം കണ്ട് പോയത്. അത് നമ്മള് അങ്ങനെ മാറ്റിയെടുത്ത്. മനസ്സമാധാനം കിട്ടൂല നിങ്ങൾക്ക് ഈ സ്റ്റാൻഡപ്പ് ആയതുകൊണ്ട്. പക്ഷെ ഒരു ഈ കമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്യാൻ ഇങ്ങനത്തെ സാധനങ്ങൾ നല്ലതല്ല. നമുക്ക് നെഗറ്റീവ് പബ്ലിസിറ്റി നല്ലതാണ്. ഇതിപ്പോ ഈ വിട്ടോക്സ് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ ഒരു കോർ കമ്മ്യൂണിറ്റി ബിൽഡായി വരുന്നുണ്ട് പയ്യെ. വളരെ സ്നേഹമുള്ള ആൾക്കാർ. അതാ പ്രത്യേകത.
അങ്ങനെ ഇതിൽ നിങ്ങൾക്ക് അങ്ങനെ നല്ലൊരു എൻകൗണ്ടർ ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് ഒരുപാട് ഇഷ്ടപോലെ. ഈ ഇടയ്ക്ക് ബാംഗ്ലൂർ പോയപ്പോ നമ്മള് ജസ്റ്റ് ഒരു മീറ്റപ്പ് പോലെ സാധനം സെറ്റ് ചെയ്തു, ചുമ്മാ സ്റ്റോറി ഇട്ടതാ. പക്ഷെ അന്ന് കുറച്ച് ഒരു 10-12 പേര് വന്നു ഇത് നമ്മളെ കാണാനായിട്ട്. അവര് സമയം കളഞ്ഞു. നമ്മള് 2 പേരെയാണ് പ്രതീക്ഷിച്ചത്. അതാ നമ്മൾ 1-2 പേരാണ് പ്രതീക്ഷ. പക്ഷെ അവര് വന്നു. അത് ഒരു വീക്കെൻഡ് കുറെ നേരം നമ്മളുടെ സ്പെൻഡ് ചെയ്ത് അവർക്കും നമ്മളെ കാണുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും. പക്ഷേ കുറെ നാളായിട്ട് കമ്പനി ആയിട്ടുള്ള കുട്ടിക്കാലം തൊട്ട് കൂടെ പഠിച്ച ആൾക്കാർ എങ്ങനെയാണ് അതുപോലെയാണ് അവര്. നമ്മളെ ഫ്രണ്ട്സ് ആയിട്ട് ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ടൊക്കെ. അതിന് റീസെന്റ് അലക്സ് എന്ന് പറഞ്ഞൊരു പുള്ളി ഉണ്ടായിരുന്നു. പുള്ളി നമ്മളെ ഒരാഴ്ചയല്ലേ, നമ്മൾ ഒരു 3-4 ദിവസം 4 ദിവസം ഫുള്ള് കറക്കി. നിങ്ങളെ സബ്സ്ക്രൈബറാ നിങ്ങളുടെ ചാറ്റില് പുള്ളി സൂപ്പർ ചാറ്റ് ഇട്ട് നമ്മളുമായിട്ട് ലിങ്ക് ചെയ്യണമെന്ന് പറഞ്ഞു. സൂപ്പർ ചാറ്റ് ഒരിക്കലും സൂപ്പർ സത്യം പറഞ്ഞ എന്തൊരു കഷ്ടമല്ലേ സൂപ്പർ ചാറ്റിൽ കിട്ടുക ആ കാശ് ഒരു 10-15 പുള്ളി 40% യൂട്യൂബ് എടുത്തുണ്ട്. നമ്മളിനി മറ്റേത് ചെയ്യാൻ പോവാണ്, ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് ഫ്രണ്ട് വയ്ക്കും. QR അല്ലേ? എന്നിട്ട് അതിന് മെസ്സേജ് അതില് ഗൂഗിൾ പേ ഇടുമ്പോൾ മെസ്സേജ് അയക്കാമല്ലോ, ആ മെസ്സേജ് നമ്മൾ വായിക്കും. ഒരു പ്രാവശ്യം ഗൂഗിൾ പേ ഇട്ടായിരുന്നു. റിക്വസ്റ്റ് ഒന്നല്ലേ? 500 റിക്വസ്റ്റ് 500 രൂപ. അല്ല ഞങ്ങൾക്കും ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ പറഞ്ഞ റിയൽ ലൈഫിൽ ഒരു ഫാൻ അങ്ങനത്തെ ഒരാളെ കണ്ടിട്ടൊന്നും നമ്മള് ഇല്ലായിരുന്നു. പക്ഷെ നമ്മൾ ആ ലൈവ് അപ്പൊ നമുക്ക് ശരിക്കും അടുപ്പടിച്ചു തുടങ്ങി. ഇത് എവിടേക്ക് എത്തുന്നുണ്ടോ, കുറെ ആൾക്കാർ വ്യൂസിൽ കാണുന്നുണ്ട്, കമന്റ്സിൽ കുറെ ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ നമ്മള് ഈ പറഞ്ഞ ലൈവ് ചെയ്തില്ലേ, ഓഡിയൻസിനെ വെച്ച് ചെയ്തപ്പോ അപ്പൊ അവര് നമ്മളെങ്ങനെയാ അവരുടെ ലൈഫില് ഇതാവണേന്നുള്ള സാധനം പറയുമ്പോ നമുക്ക് ഇത് നിർത്താൻ തോന്നല്ലേ. അത് ഭയങ്കര ഇതായിരുന്നു. അതായത് കുറെ പേര് അവരുടെ വീട്ടിൽ ചില പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ പ്രശ്നമാണെങ്കിലും കേൾക്കുമ്പോ ഒരു സന്തോഷമുണ്ട്. അതായത് ആള് ഷിപ്പിലൊക്കെ വർക്ക് ചെയ്യുന്ന ആള് ലീവിന് വന്ന് കുക്ക് ചെയ്യണ സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഇതിട്ടോണ്ടിരിക്കും. ഭാര്യക്ക് ഇത് 1 മണിക്കൂർ ഉണ്ടല്ലേ സാധനം. അപ്പൊ ആള് ടൈം കൂടുതൽ ഇതിന് സ്പെൻഡ് ചെയ്യണേന് അവൾക്ക് ദേഷ്യമുണ്ട്. അങ്ങനെ 2-3 പേരൊക്കെ പറയുമ്പോ പുള്ളിക്കാരി കൂടെ വന്നിട്ടുണ്ട്. അവര് 3 പേര്, പുള്ളിക്കാരി ഉണ്ട്. അവര് വന്ന വഴിക്ക് അവര് തമ്മി തല്ലി പിരിഞ്ഞ് ഭാര്യ പോയി. ഭാര്യ കയറിയില്ല, ഭാര്യ പക്ഷെ അവസാനം പുള്ളിക്കാരി കൊണ്ടുവന്നു കേട്ടോ. ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ പോയത്. നമുക്ക് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് നമ്മൾ കണ്ടത് മറ്റേ ജോസച്ചനെയാണെന്ന് തോന്നല്ലേ. അത് 2021 എന്തോ മറ്റേ ജോസച്ചനെ അല്ല നമ്മളെ വിളിച്ച് മീറ്റ് ചെയ്ത് ഒരു നല്ല അത്യാവശ്യം പ്രായമുള്ള പുള്ളിയാണ്. അച്ഛനാണ് പുള്ളി, പള്ളിയിലച്ഛനുമാണ്, നെറ്റ്സ് പ്രാക്ടീഷണറുമാണ്. അപ്പൊ പുള്ളി വിളിച്ചിട്ട് അപ്പൊ നമ്മൾ ആദ്യം വിചാരിച്ച് കളിയാക്കാനായിരിക്കും, ഇങ്ങനെയൊക്കെ ഒരാൾ നമ്മളുടെ പരിപാടി കാണോ. പുള്ളി നമുക്ക് കുറെ മുട്ടായിയെ കൊണ്ടുതന്ന് നമ്മളെ കൊണ്ടുപോയി ബാർബിക്യൂ നേഷനിലൊക്കെ പോയി നമ്മൾ ഫുഡൊക്കെ കഴിച്ച്. പുള്ളിക്ക് ഭയങ്കര കാര്യമായിരുന്നു, നമ്മളെ ഭയങ്കര കാര്യം. നമ്മളെ പുള്ളിയുടെ മക്കളെടുത്തൊക്കെ സംസാരിക്കൂലേ, അതുപോലെ പുള്ളിയുടെ വിളിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അതേപോലെ കുറെ പേര് നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല, ആ പ്രായത്തിലുള്ള ആൾക്കാരൊന്നും നമ്മളെ പരിപാടി കാണുമെന്ന് എക്സ്പെക്ട് ചെയ്യാത്ത അങ്ങനെ കുറെ ഇതുണ്ട്. പിന്നെ നമുക്ക് മീറ്റ് ചെയ്യുന്ന മിക്കത് ഇൻട്രോവേർട്സാ, നമ്മളെ പോലെ തന്നെ. അപ്പൊ അവർക്ക് ഇപ്പൊ നമുക്ക് ഈ സംസാരിക്കണേലുള്ള ബുദ്ധിമുട്ടുണ്ട്. പുതിയ ഒരാൾ വരുമ്പോൾ സംസാരിക്കാൻ അത് അവർക്ക് മനസ്സിലാവും. ഇപ്പൊ നമ്മുടെ ബന്ധുക്കൾക്ക് പോലും ചിലപ്പോ അങ്ങനെ മനസ്സിലാവില്ല. അവർക്ക് അങ്ങനെ മനസ്സിലാവണുണ്ടോ ഇയാൾക്ക് ഈ ഒരു ഇങ്ങനെ സംസാരിക്കുന്ന ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. ആ ഒരു ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് നമ്മളെ ക്യാരക്ടർ അത്രയും അറിയാം, അത്രയും നമ്മൾ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും അവരോട് സംസാരിക്കുമ്പോ ഇങ്ങനെയാണെന്ന് അവർക്ക് അറിയാം. മൊത്തത്തിൽ അങ്ങനെ ഒരു കണക്ഷനാണ് ഉണ്ട്. ചില വീഡിയോസ് ചെയ്യുമ്പോഴും നമ്മൾ ഇത്തിരി ഡൗൺ ആയിട്ടായിരിക്കും ചെയ്യണം. ഒരു ചീത്തയൊന്നും വിളിക്കൂല, അവർക്ക് അറിയാം ഇത്രേ പറ്റുള്ളൂ, എന്റെ ഭാവിയെ കൊണ്ടിട്ടൊക്കെ പറ്റുള്ളൂ എന്നുള്ള സ്കീം അവർക്ക് അറിയാം. നമ്മൾ ഇടയ്ക്ക് ഇവിടെ ഒരു പരിപാടി ചെയ്തായിരുന്നു ഈ ടർഫിൽ തന്നെ, സ്ക്വിഡ് ഗെയിം. അപ്പൊ അതിന് നമ്മള് സബ്സ്ക്രൈബേഴ്സിനാണ് വിളിച്ച. അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതിൽ കുറെ പേര് ആദ്യമേ ഔട്ടായി. ഈ ഔട്ടായവരൊന്നും പോവാതെ വൈകുന്നേരം വരെ വന്നവരുണ്ട്. അത് എറണാകുളത്ത് നിന്ന് വന്നവരുണ്ട്, തൃശ്ശൂരിൽ നിന്ന് വന്നവരുണ്ട്, അങ്ങ് ദൂരെ നിന്നൊക്കെ വന്നവര് വൈകുന്നേരം വരെ നിന്ന്. അപ്പം സാധാരണ ഒരു യൂട്യൂബേഴ്സിന്റെ ഇതിലൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അത്രയും ഡെഡിക്കേഷൻ. കുറെ അഡ്ജസ്റ്റ് ചെയ്യും നമ്മൾ തന്നെ. ഇപ്പം എടുത്തപ്പോഴും അവർ അഡ്ജസ്റ്റ് ചെയ്ത്, അത് ഭയങ്കര അപ്രീഷ്യബിൾ സാധനമാണ്. അത് അവർക്ക് നമുക്ക് അറിഞ്ഞുകൂടാ. അത് അവർക്ക് നമ്മൾ അറിഞ്ഞോ അറിയാതെ അവരൊരു ഹാർഡ് ടൈമിൽ അവരെ കൂടെ ഉണ്ടെന്നൊരു അവരൊരു ഫീലുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് പേര് ഒന്ന് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴേ അതാണ് ഈ പോഡ്കാസ്റ്റിന്റെ ഒരു വിജയം. അല്ല എനിക്കിപ്പോഴും എന്നെ കളിയാക്കാറുണ്ട് ഈ ആൾക്കാരെ. ഇങ്ങനെ ഒരു പരിപാടി ഞാൻ പറയും, ഇങ്ങനെ ഒരാളെ കണ്ടെന്നൊക്കെ പറയുമ്പോൾ
എന്ത് കണ്ടിട്ട് ഡ്രൈവർമാരൊക്കെ എന്നെ ഭയങ്കരമായിട്ട് താരി ചിലരൊക്കെ ഓഫീസിലൊക്കെ പോകുമ്പോൾ ചിലർ പറയും എന്ത് കണ്ടിട്ട് ഇതൊക്കെ കണ്ടിട്ട് ആൾക്കാർ അവർക്ക് മനസ്സിലാവൂല. അപ്പം ഞാൻ പിന്നെ കൂടുതലൊന്നും പറയൂല. ഒന്നും പറയാൻ പാടില്ല. 1-2 പറഞ്ഞ് പറയുമ്പോൾ എനിക്ക് ഞാൻ ഒഫൻഡഡ് ആവും. അതുകൊണ്ട് ഞാൻ പിന്നെ നിന്റെയൊക്കെ പരിപാടി എന്തുണ്ടാക്കാളെന്നൊക്കെ ചോദിക്കും. അതെ, നമുക്ക് അങ്ങനെ പറയാം. അല്ല, നിങ്ങള് ഇത്ര കൺസിസ്റ്റൻസി ഭയങ്കര ഇതല്ലേ. അപ്പോൾ നിങ്ങൾ ഇപ്പം 5K വ്യൂസും 10K വ്യൂസ് ഒക്കെ ആദ്യത്തെ ഉണ്ടായിരുന്നല്ലോ. ആ ടൈമിൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും എടുക്കാൻ നമുക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു മടുപ്പ് പോലെയൊക്കെ വരും. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു മുന്നോട്ട് ഓവർകം ചെയ്തത്? നമ്മള് ബേസിക്കലി ഇപ്പൊ ഞാൻ പേഴ്സണലി ബാംഗ്ലൂരിൽ നിന്ന് പോയി കൊച്ചിയിൽ പോയി ചെയ്യണ പരിപാടിയാണ്. എനിക്ക് പോഡ്കാസ്റ്റ് ചെയ്യാൻ ഇഷ്ടമാണ്. അതായത് ഞാൻ ലുക്ക് ഫോർവേഡ് ചെയ്യുന്നൊരു സാധനമാണ്. ഇങ്ങനെ ഇരുന്ന് ഒരു വൈബ്. അപ്പൊ നമുക്കാണെങ്കിൽ ഒട്ടും എഫേർട്ടായിട്ട് തോന്നിയിട്ടില്ല ഇത് ചെയ്യുന്നത്. ഇത് ഭയങ്കര എളുപ്പമായിട്ട് ചെയ്യുന്ന ഒരു സാധനമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇപ്പൊ റിൻഷാദൊക്കെ നമ്മളെ കൊണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഇങ്ങനത്തെ വിഷയത്തിനെ പറ്റി തുടക്കം അങ്ങനെ ഒരു മൂഡ് ഉണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലും കുറച്ചും കൂടെ കൊടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ മഹാദേവന് ഒരു ഇതുണ്ടായിരുന്നു, ഇതിൽ ഫൺ സാധനമായിരിക്കണം, നമ്മൾ ത്രൂ ഔട്ട് തമാശ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നുള്ളൊരു സാധനമുണ്ട്. നമ്മള് അങ്ങനത്തെ സാധനമേ പിടിക്കല് നടക്കൂല. പ്ലാൻ ചെയ്ത് സ്ക്രിപ്റ്റ് ചെയ്ത് നമ്മളെ എല്ലാരും മടിയന്മാരാ, ഭയങ്കര മടിയുള്ളവരാണ്. നമുക്കിത് ഇങ്ങനെ ഒരു സെറ്റപ്പും സംഭവം അവിടെ ഉള്ളത് കാരണം പോയിരുന്ന് ആ ടേബിളിൽ ഇരുന്ന് തീരുമാനിച്ചിട്ട് ചെയ്യണ പരിപാടി നടക്കുള്ളൂ. അതിന് മഹാദേവന് ചെറിയൊരു ഇതുണ്ടായിരുന്നു, നമ്മളിങ്ങനെ ചെയ്താ പോരാ, അതില് ആൾക്കാർ നമ്മളെ നിന്ന് പ്രതീക്ഷിക്കുന്നത് തമാശയല്ലേ. അപ്പൊ തമാശ വയ്യ കൺസിസ്റ്റൻസിയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എഫേർട്ട് ഇടാത്താണ് ശരിക്കും പറഞ്ഞത്. അതായത് ഇതൊരു പണിയായിട്ട് തോന്നണില്ല. അതായത് പണിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം പോലെ തോന്നും പണിയാണെങ്കിൽ. അപ്പൊ നിക്കും. ഇത് നമുക്ക് ഒരു ദിവസം എല്ലാവരും അവിടെ ഉണ്ടെങ്കിൽ തീരുമാനിക്കാം, എന്തെങ്കിലും ഒരു വിഷയം സംസാരിക്കാം. പിന്നെ അനീസും ഇവനൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ എവിടേക്കെങ്കിലും ഒക്കെ അങ്ങോട്ട് പൊക്കോളും. പിന്നെ ഒരിക്കലും നമ്മുടെ ഒരു വിറ്റ് ടോക്സിന് ഫസ്റ്റ് ഈ എപ്പിസോഡ് ഇതിനെ പറ്റിയാ ചർച്ച ചെയ്യണേന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ച് മാത്രം ചർച്ച ചെയ്യില്ല. വേറെ എപ്പോഴേക്കെങ്കിലും കയറിപ്പോവും. അവസാനം ആരെങ്കിലും ഒക്കെ പിടിച്ചു വലിച്ച് തിരിച്ചു കൊണ്ടുവന്ന് അവസാനിപ്പിച്ച് ഏതിലൊക്കെയോ തുടങ്ങി എവിടെയൊക്കെയോ അവസാനിക്കും. ശരിക്കും എനിക്ക് തോന്നുന്നത് ആൾക്കാർ ഇതിൽ ഇരിക്കുന്നതിനും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും കാര്യം അതാന്ന് തോന്നുന്നത്. അതായത് ഇപ്പൊ നമ്മളൊരു ഇൻഫർമേഷൻ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു സയന്റിഫിക് സാധനം ഒരു എക്സ്പ്ലെയിൻ ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞാൽ അതിൽ ത്രൂ ഔട്ട് കേട്ടോണ്ടിരിക്കണം. ഇത് എക്സോസ്റ്റഡ് ആവും, ചിലപ്പോൾ നമുക്ക് ഉറക്കം വരും. ഈ സാധനം ഡ്രൈവ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഇടാം, അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഇടാം. നമ്മള് ഈ വട്ടത്തിലിരുന്ന് സംസാരിക്കുന്നതിന്റെ വൈബ് കിട്ടും. എനിക്ക് അത് തന്നെയാണ് ഈ സാധനം പറയുന്നത്. മറ്റേ ഇതുപോലത്തെ പോഡ്കാസ്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതായത് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളത്, മറ്റേ ജാതി ഡാർക്ക് ഇതൊക്കെ ഇട്ടിട്ട് നിനക്കറിയാമോ അന്ന് യുഎസിൽ അത് പ്ലാൻ ചെയ്തത് ഇവരായിരുന്നു. അപ്പൊ അത് നമ്മൾ റീലിലിരുന്ന് കാണുമ്പോ ഇതായിരുന്നല്ലേ എന്നുള്ള സാധനമൊക്കെ കാണും. പക്ഷെ നമ്മളത് ഫുള്ളായിട്ട് കാണാതിരിക്കുമ്പോ അറ്റൻഷൻ കൊടുക്കുന്നത് ഭയങ്കര പാടാണ്. വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒന്ന് കേൾക്കുക, അത്രേ സീറോ ഇൻഫർമേഷനാ. അതെങ്ങനെ നമ്മൾ ഓടണേ. നമ്മള് അടുക്കളയിലും ജിമ്മിലും പിന്നെ ട്രാഫിക്കിലൊക്കെയാണ് നമ്മളും അവിടെ തന്നെ. എല്ലാരും അപ്പുറത്തെ വണ്ടിയില് പോഡ്കാസ്റ്റ് എല്ലാരും അവിടെ തന്നെ. പിന്നെ ഇവന് കുറച്ച് ബുദ്ധിജീവി ഇമേജ് ഒക്കെ കിട്ടും. ഇവൻ ചില സാധനമൊക്കെ വായിച്ചിട്ടൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒരു തിയറി ഉണ്ട്. മറ്റേ ഏതൊക്കെ തിയറികളാ, കുറച്ച് തിയറികൾ എടുത്തിട്ടിട്ട് അതിൽ പറയുന്നത് ഒരു കുട്ടീനെ ട്രോളിയിൽ വെച്ച് തള്ളിപ്പോയിട്ട് എന്നിട്ടാണ് അത് ഞാൻ മറന്നു കേട്ടാ. ഞാൻ ഇത് വായിച്ചു നോക്കിട്ട് അപ്പൊ തന്നെ ഇരുന്ന് വായിച്ചു നോക്കിട്ട് വീണ്ടും പണ്ടേ ആർജിച്ചു വെച്ചൊരറിവ് പോലെ ഇറക്കി വെക്കും. എന്തൊരു ബുദ്ധി അറിയില്ല. പിന്നെ ഇവ IIT IIM സാധനം വിൽക്കണ്ടല്ലോ, അതൊരു പ്ലസ് ആണ്. പിന്നെ ഇവ എന്ത് മണ്ടത്തരം പറഞ്ഞാലും ആൾക്കാർ വിചാരിക്കും ശരിക്കുള്ളതാ. ചെറിയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഇത് ചാമ്പക്കല്ലേ, അത് ചെറിയ ജാമ്പയ്ക്ക പോലെ ഇരുന്നല്ലേ. ഇനി അത് പിടിക്കണ്ട, ആ സാധനം കൂടി കാണിച്ചു കഴിഞ്ഞാ. അപ്പൊ നിങ്ങളിപ്പോ സ്പോട്ടിഫൈയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടോ സാധനം? ഈ OSB പോഡ്കാസ്റ്റ് തുടങ്ങിയതിന് ശേഷം ഇട്ടിട്ടില്ല. ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ് ആയിരുന്നപ്പോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ എക്സ്ക്ലൂസീവ് അവിടെ മാത്രമേ ഇടാൻ പാടുള്ളൂ. കേരളത്തിലെ ആദ്യം സ്പോട്ടിഫൈ എക്സ്ക്ലൂസീവ് ആയിരുന്നു ഇന്റർലെസ് പോഡ്കാസ്റ്റ്. അതിനുവേണ്ടി കാത്തിരിക്കുന്നു. പിന്നെ കേരളത്തിൽ നിന്ന് സ്പോട്ടിഫൈ ഇവന്റിന് നമ്മളെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. മുംബൈ അല്ല അതിനുശേഷം ഒഫീഷ്യലി വിളിച്ചത്
നമ്മളെയാണ്. എന്നിട്ട് നമ്മൾ അവിടെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ ഹിന്ദിക്കാരാണല്ലോ. പക്ഷെ നമ്മള് തന്നെ പരിചയപ്പെടുത്താൻ പോകുമ്പോൾ അറിയാം മാലു മലയാളത്തിലുള്ളവർ മലയാളത്തിൽ പറഞ്ഞു. അതെ തേരി തടുക്കൻ അങ്ങനെയൊക്കെ പറഞ്ഞു, അങ്ങനെയൊക്കെ ഒരു ഹിന്ദിയിൽ പറഞ്ഞു. അപ്പോഴങ്ങനെ പരിചയപ്പെട്ടു. നമുക്ക് ഇതുവരെ അങ്ങനത്തെ എക്സ്ക്ലൂസീവ് ഒന്നും കിട്ടിയില്ല. അല്ല എനിക്ക് ആ സമയത്തിന്റെയും കൂടെ ഒരു ബെനിഫിറ്റ് ആണെന്ന് തോന്നുന്നു. കാരണം ഇപ്പൊ കുറെ പോഡ്കാസ്റ്റ് ഒക്കെ അതിന് Spotify കാശ് തന്നായിരുന്നു. ഒരു വർഷത്തെ 144 എപ്പിസോഡ് പെർ ഇയർ നമ്മൾ ചെയ്തു. ഒരു വർഷം 144 എപ്പിസോഡ്സ്. അത് സ്പോട്ടിഫൈയിൽ ഇട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടേ നമുക്ക് എന്നിട്ട് യൂട്യൂബിൽ ഇടാൻ പറ്റും. യൂട്യൂബിൽ പക്ഷേ ഭയങ്കര 24 hours കഴിഞ്ഞിട്ട് യൂട്യൂബിൽ ഇടാത്തുണ്ട്. അതുകൊണ്ട് യൂട്യൂബിലെ മറ്റേ റിട്ടൻഷൻ ഒക്കെ കുറഞ്ഞ് അത് യൂട്യൂബ് കുറച്ചൊന്ന് താന്നു. സ്പോട്ടിഫൈയിൽ കേൾക്കുമായിരുന്നു ആൾക്കാരെല്ലാം. ശരിക്കും ഏതാ ഗുണം? ഏതാ റവന്യൂല് ഏതാ സ്പോട്ടിഫൈ റവന്യൂല് യൂട്യൂബ് ആയിരിക്കും ഗുണം. പക്ഷെ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഇത് സ്പോട്ടിഫൈക്ക് അതിൻ്റെതായ ബെനിഫിറ്റ് ഉണ്ട്, അതിൻ്റെതായ സ്പെഷ്യൽ ഒരു സാധനം ഉണ്ട്. ഇപ്പൊ നമ്മള് സ്പോട്ടിഫൈയിലൊക്കെ നോക്കുമ്പോൾ അവർ കുറെ പോഡ്കാസ്റ്റ് ഉണ്ട്, ഫോറിൻ പോഡ്കാസ്റ്റുകൾ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് അതിൻ്റെതായ ബെനിഫിറ്റ് ഉണ്ട്. നമുക്ക് ആ ഒരു ബാർഗൈനിങ് പവർ ഒന്നും അന്ന് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ്. ഇല്ലെന്ന് ചിലപ്പോൾ കുറച്ചുകൂടെ ബെനിഫിറ്റ്. അത് കഴിഞ്ഞിട്ട് അവര് അങ്ങ് മൊത്തത്തിൽ കേരള പോഡ്കാസ്റ്റ് നിർത്തണം, സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. ബെനിഫിഷ്യൽ അല്ലാണ്ടായി. സ്പോട്ടിഫൈ നഷ്ടത്തിലാണ്, സ്പോട്ടിഫൈ കട്ട നഷ്ടത്തിലാണ്. ടോപ്പ് 10 ചാർട്ടിൽ സ്ഥിരമായിട്ട് വരുമായിരുന്നു ഇന്ത്യയിൽ. ടോപ്പ് 10 ചാർട്ടിൽ നമ്മൾ വന്നിട്ടുണ്ട് സ്ഥിരമായിട്ട് എല്ലാ ഇതിലും വരുമായിരുന്നു. നിങ്ങൾക്ക് സ്പോട്ടിഫൈ അക്കോമഡേഷൻ ഒക്കെ തന്നായിരുന്നു? സ്പോട്ടിഫൈ സ്റ്റാർ ഹോട്ടൽ ഫ്ലൈറ്റ് ടിക്കറ്റ് 5 പേർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ്. എന്നിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റിൽ പോയി നമ്മള് ടാക്സിയിൽ അവര് ഇങ്ങനെ പിടിച്ചേക്കും. അല്ല എയർപോർട്ടിൽ പ്ലക്കാർഡ് വെച്ചിട്ട് പിടിച്ചേക്കും. അപ്പോഴ് പ്ലക്കാർഡ് സോറി. എന്നിട്ട് ഹോട്ടലിൽ പോകുമ്പോ അവിടെ ഒരു പെങ്കുച്ചി നിന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഓരോ എൻവലപ്പ് പെറ്റി ക്യാഷ് ഒരാൾക്ക് 1500 രൂപ വീതം. 5000 തള്ളിയതാണ്. 2500 അല്ല ഒരു 15000 അല്ല കുറച്ച് കാശ് വന്നായിരുന്നു. ഓരോരുത്തർക്കും എന്നിട്ട് നിങ്ങൾ പറഞ്ഞു യൂട്യൂബ് ഓരോരുത്തർക്കും ഓരോ 5 സ്റ്റാർ റൂം. ഓരോരുത്തർക്കും ഓരോ റൂം 5 റൂം. അത് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ 10-15 രൂപ ഒരു റൂമിന് ചെലവുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഭയങ്കര പിന്നെ അന്ന് വന്നതും കുറെ ഭയങ്കര വലിയ യൂട്യൂബിലെ ഭയങ്കര കിടിലങ്ങളൊക്കെ. അമിതാഭ് ബച്ചന്റെ ചെറുമോളൊക്കെ ഉണ്ടായിരുന്നു. അങ്കൂർ അത് ആ പുള്ളി ഉണ്ടായിരുന്നു. അവരെ കൂടെയാണ് നമ്മൾ വേദി പങ്കിട്ടത്. നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ ടെമ്പിൾ മങ്കീസ് എന്ന് പറഞ്ഞാൽ അറിയാമോ? ടെമ്പിൾ മങ്കീസ് അത് പുള്ളി ഒരു അവിടുത്തെ ഒരു ലവ് ടുഡേയില് കുറെ ബിരിയാണിയില് കാക്കത്തൂറുമ്പോ കൊണ്ട് കൊടുക്കൂലേ, വിജയ് വരദരാജ് എന്നാണ് പുള്ളിയുടെ പേര്. അങ്ങനെയൊക്കെ സ്റ്റേജിലുണ്ടായിരുന്നു ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു. ഇന്ററാക്ഷൻ നമ്മള് ബാക്ക് സ്റ്റേജിലായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ വിജയ് ഈ ടെമ്പിൾ മങ്കീസിലെ നമ്മുടെ ലോകേഷിന്റെ ഫസ്റ്റ് പടമൊക്കെ അവർ ഇന്റർവ്യൂ ഒക്കെ നടത്തി അതിലായിരുന്നു. ഇതേപോലത്തെ സെറ്റപ്പിലായിരുന്നു നമ്മള്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂമില് എല്ലാരും ഒരുപാട് പേര് കാണും. എന്ന് വെച്ചാൽ ഒരുപാട് പേര് തറയിരുന്ന് ഒരു മൈക്ക് റെക്കോർഡർ ഇങ്ങനെ 2 വെച്ചിട്ട് ചുമ്മാ സംസാരിക്കും. ഒരു കിടിലാളാണ് പുള്ളി. ആദ്യത്തെ യൂട്യൂബർ എന്തുവാണ് തമിഴ്നാട്ടിലെ ഫസ്റ്റ് ബിഗിനിങ് തുടങ്ങിയ പുള്ളിയായിരുന്നു. ഇൻട്രസ്റ്റിംഗ് പേഴ്സണാലിറ്റിയാണ്. പിന്നെ നമ്മൾ അങ്ങനെയായിരുന്നു നമ്മളുടെ സ്പോട്ടിഫൈ എക്സ്പീരിയൻസ്. യവൻ വന്നില്ല. കുഞ്ഞമ്മയുടെ സൈഡിൽ അല്ല, അത് ഇങ്ങനെ ഒരു ഇവന്റ് നടക്കുമ്പോ എവന്റെ ഏതോ ഒരു ബന്ധുവിന്റെ കല്യാണം എന്ന് പറഞ്ഞിട്ട് അവൻ ആ ടൈമിൽ എന്തോ അങ്ങനെ ട്രിപ്പ് ഒന്നും അങ്ങനെ എനിക്ക് തോന്നുന്നു താല്പര്യമില്ലേ. മറ്റേ ഈ ഡോറൊക്കെ തുറന്നു വരുമ്പോഴേ അവൻ ഇങ്ങനെ പറയോ ഇതെന്തിനാ. അന്ന് നമുക്ക് അഖിലേഷാണ് നമ്മുടെ ഇതൊക്കെ മാനേജ് ചെയ്യണം. ആ ടൈമില് ഒരാൾക്കൂടെ 5 പേർക്ക് പോവാം. അഖിലേഷിന് പോകണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഇവനെ വിളിച്ച് കല്യാണം ഉണ്ട്. ശരിയടാ അഖിലേഷ് അടുത്ത 5ാമത്തെ ആൾ അഖിലേഷ്. അല്ല അന്ന് അവനെന്ന് ഭയങ്കര ഹമ്പിളായിരുന്നു. മാത്രമല്ല ഇവൻ ഭയങ്കര മോഡസ്റ്റ് ആയിരുന്നു. അവന് ഫ്ലൈറ്റിൽ കയറാനൊക്കെ ലക്ഷറി ആയിരുന്നു. ഫ്ലൈറ്റിൽ കയറുന്ന ലക്ഷറി മറ്റേ നമ്മുടെ തിയേറ്ററില് മറ്റേ പുറകിലൊരു റിക്ലൈനർ ഇരിക്കൂല. ഇരിക്കുമ്പോ അടുത്തുള്ളവര് അങ്ങനെയല്ലേ ഇരിക്കുന്നത്, നമ്മൾ മാത്രം ഇങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പൊ റിക്ലൈനറിൽ നമ്മൾ ഇത്ര പൈസ കൊടുത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ?
അത് ഉറപ്പിരിക്കും, ഉറക്കൂല, പകുതി കയറില്ല. വിനയ് കുമാറാണല്ലേ അങ്ങനെയായിരുന്നു അന്ന്. ഇപ്പം ലക്ഷറി. ലക്ഷറി ഇപ്പൊ വായിന്ന് പറഞ്ഞത് കേട്ടാ സൈക്കിള് നേരത്തെ കിട്ടിയില്ലേ? പണ്ട് ആർക്കൂല, ചേട്ടാന്നേ വിളിക്കുള്ളൂ. നമ്മുടെ അകത്ത് സാധനമുണ്ട്. അത് ഇതൊക്കെ ഇപ്പോഴാണ് പുറത്ത്. വരട്ടെ വരട്ടെ. അല്ല അന്ന് കണ്ടപ്പോ ഇതേപോലെ ഒന്നല്ലേ ആ ശരി, അന്ന് ഭയങ്കര വിനേഷായിരുന്നു. പറയണത് വിശ്വസിക്കില്ല കേട്ടോ, കുറെ വെള്ളമാണ്. എല്ലാരും പറയുന്നത് അങ്ങനെ തന്നെ. കുറച്ച് വെള്ളം. നിങ്ങള് സ്പോട്ടിഫൈയിൽ എല്ലാത്തിലും ഇടും? ഓഡിയോ പ്ലാറ്റ്ഫോം വേണമെങ്കിൽ അറബി ഏതോ അല്ല ഒരു ആപ്പിലിട്ട എല്ലാ ആപ്പിലും പോകില്ല. നമുക്ക് ലിങ്ക് എടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള പറ്റുന്ന പരിപാടി. ഇപ്പം ഈ ഓഡിയോ പ്ലാറ്റ്ഫോം ആയിട്ട് സ്പോട്ടിഫൈ മാത്രമേ ഉള്ളൂ. അല്ല ആമസോൺ മ്യൂസിക്കിൽ ഇവിടെ ഉണ്ടെങ്കിൽ കിട്ടും. ആപ്പിളും മറ്റേ ഇതിലൊക്കെ ഇടും. എനിക്ക് ഓർമ്മയില്ല, എവിടേക്ക് ലിസ്റ്റ് ചെയ്യുന്നത് എനിക്ക് ഓർമ്മയില്ല. ചിലപ്പോ അതെ അതെ അതെ, ആങ്കറിലല്ലേ നീ ഇടുന്നത്? അരി അല്ല സ്പോട്ടിഫൈയിൽ എങ്ങനെയാ ലിങ്ക് എടുത്തിട്ട് നിങ്ങളുടെ റവന്യൂ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ അടിച്ചൊരു റവന്യൂ വരുന്നുണ്ട്. വരുന്നുണ്ട്? അതെങ്ങനെ വ്യൂസ് അനുസരിച്ചിട്ടാണോ? ഈ ലിസ്ണിംഗ് അവേഴ്സിനനുസരിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പോൾ യൂട്യൂബിൽ ഒരു രൂപയുടെ അടുത്താണ് വരുന്നുണ്ട്, അതൊരു 1.5 രൂപ. അപ്പൊ അങ്ങോട്ട് മാറി. അപ്പൊ സ്പോട്ടിഫൈ മാറി ഓക്കെ, നമ്മള് സ്പോട്ടിഫൈയിൽ നമ്മള് സ്റ്റുഡിയോ സെറ്റ് ചെയ്യുന്നുണ്ട്. ആ ടൈം കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ. അടിപൊളി. സ്വന്തം സ്വന്തമായിട്ടൊരു പോഡ്കാസ്റ്റ് സ്റ്റുഡിയോ. പിന്നെ നമ്മള് അതിലൊരു ഇതും കൂടി ചെയ്യുന്നുണ്ട്. ഒരു പരോപകാരം എന്ന് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് ഒന്ന് സ്ഥലം ഇല്ലെങ്കിൽ റെന്റിന് തരാം. റെന്റ് എന്നുള്ള വാക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ പരോപകാരം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം സ്വന്തം ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. അതിന് പകരം ബ്രോയ്ക്ക് സ്റ്റാൻഡപ്പ് ചെയ്ത് നമ്മുടെ വീട്ടിൽ വരാം. നമുക്ക് ഭയങ്കര നഷ്ടം. അല്ലെങ്കിൽ ബാർട്ടർ സിസ്റ്റം എടുക്കാം. കൊച്ചിയില് വരുമ്പോ അവിടെ നമ്മൾ നമുക്ക് തന്നെ ലാഭം. നമുക്ക് ആരും എനിക്ക് തോന്നുന്നില്ല. നമുക്കിപ്പോ ഒപ്പിടാം. സെലിബ്രിറ്റി എല്ലാം കൊച്ചിയിലേ ഉള്ളൂ. നിങ്ങൾ തിരുവനന്തപുരത്ത് വരുമ്പോൾ നമ്മളുടെ സ്റ്റുഡിയോ നിങ്ങൾ യൂസ് ചെയ്യുന്നു. നമ്മൾ കൊച്ചിയിൽ വരുമ്പോൾ അവിടെ പല്ല് കടിക്കുന്നു. ഒരു കോള് വരും, ആലോചിച്ചോണ്ടിരിക്കുകയാണ്. ഞങ്ങളെപ്പോഴും അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കാന്ന് അറിയില്ല. ഒരു കോള് വരും. റെന്റിനാ ഇല്ല, നമുക്ക് അവിടെ വണ്ടർ വേൾഡ് ഓഫീസിലാണ് നമ്മൾ അവരുടെ അസോസിയേഷൻ ഉണ്ട്, അതിന്റെ ഭാഗമായിട്ടാണ്. നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയപ്പോ അവിടെ ഷൂട്ട് ഇല്ല, ചാനല് മാറ്റിയെന്നുള്ളൂ. അവരുടെ മ്യൂസിക് ചാനലായിരുന്നു അത്. വണ്ടർവാൾ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് മ്യൂസിക്കും എല്ലാവരും മറ്റേ ഹരി ശ്രീരാമകൃഷ്ണന്റെ പാട്ടുകളും ഒക്കെ കടന്ന്, അതായത് പറഞ്ഞ പോലെ അവരൊരു അമ്പലം പോലെ കൊണ്ടു നടന്നിരുന്ന ചാനലാ. ചെരുപ്പിടാണ്ട് അവര് കേറൂല അതില്. അല്ല, ചെരുപ്പിട്ടിട്ട് കേറൂല. അതിലൊരു ദിവസം കാലത്ത് ഒരു ദിവസം നോക്കിയപ്പോ അവരാണ് ഈ കമന്റ്സ് ഒക്കെ വായിക്കുകയും ചെയ്യും, ഞങ്ങളുടെ ഗ്രോത്ത് ഒക്കെ അറിയാൻ വേണ്ടി. എടുത്തു നോക്കിയപ്പോ അതെ മക്കളെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ, ഒരു ചാനൽ തുടങ്ങുന്നതായിരിക്കും നല്ലത്. പിന്നെ ചാനലിന് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഇട്ടിട്ട് പോകാനും തുടങ്ങി തോന്നുന്നു. നിങ്ങള് മിസ് റാവുത്തർ അതാണെന്ന് മിസ് തോന്നുന്നു. റാവുത്തറാണ് അതായിരുന്നു ആദ്യം ചെയ്തത്. അത് അത് നല്ലതായിരുന്നു. കുറച്ച് വർക്കായി. അത് പോരത് നമുക്കതിന് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവര് നമ്മുടെ കൂടെ ഇരുന്നിരുന്നു. ഷേർഷൻ 2 ദിവസം നമ്മുടെ കൂടെ ഇരുന്നു. അതിന്റെ നായകൻ പിന്നെ നമ്മളാണെങ്കിൽ പിന്നെ അവര് പറഞ്ഞത് ബ്രൂട്ടലാക്ക് കുറച്ചും കൂടി സ്ക്രിപ്റ്റ് ഷെയർ ചെയ്തില്ലായിരുന്നു. നമ്മൾ അപ്പൊ പറയണത്. അതുകൊണ്ട് എന്തായെന്ന് വെച്ചാൽ അവരും ചിരിച്ച് കുറച്ച് കഴിയുമ്പോ ഷെർഷൻ അടിക്കുമ്പോ ഗൗരി ചിരിക്കും, ഗൗരിനെ അടിക്കുമ്പോ ഷെർഷ ചിരിക്കും, അങ്ങനെയായിരുന്നു. മറ്റേ നമ്മള് സ്ക്രിപ്റ്റ് പറഞ്ഞു ഇങ്ങനെ എന്നിട്ട് നമ്മുടെ മറ്റേ ആദ്യത്തെ ലിറ്റിൽ മിസ് റാവുത്തറിൽ വർക്കായ ബിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഗൗരി ഇങ്ങനെ ഞെട്ടണയൊക്കെയാണ്. അപ്പൊ നിങ്ങൾ ഞെട്ടിക്കോ എന്നൊക്കെ അങ്ങനെ അത് കുറച്ച് അവര് ഞെട്ടിയൊക്കെ ചെയ്തു. നല്ല ആക്ടേഴ്സ് വിശ്വസിക്കുകയും ചെയ്തു. അപമാനിച്ചു. കുറച്ചുകൂടെ കൂടുതലായിട്ട് മറ്റേ മറ്റേ പുള്ളിയുടെ പേര് ആ പുള്ളിനെ അതും നമ്മളാണെങ്കിൽ അവര് ആൾക്ക് വേണ്ടിട്ട് നമ്മുടെ നമ്മള് നട്ടപ്പാതിര 12 മണിക്ക് ഈ സാധനം സെറ്റ് ആക്കി ഇരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ എല്ലാം സെറ്റ് ആക്കി അയച്ചു കൊടുത്തപ്പോ ഇതിന്റെ മൂവിയുടെ ടീം പറഞ്ഞു ഈ ആളുണ്ടാവും, ആളെ പിടിച്ചാൽ ഭയങ്കര റീച്ച് കിട്ടുന്നു. എന്നാ ശരി എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം ആൾക്കുള്ള സാധനം എഴുതി. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കാലത്ത് വന്നപ്പോ പറഞ്ഞു ആളില്ല, ആള് കൊറേ ഇതൊക്കെ കൊടുത്തിട്ട് എക്സോസ്റ്റഡ് പരിപാടിയിലാണ്, വരില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും എഴുതി വെച്ചിട്ടുള്ള സാധനല്ലേ, അടിച്ചാ തിരിച്ചടിക്കണ ജാതി. അതിലാണെങ്കിൽ നമ്മുടെ വിചാരം എന്ന് പറഞ്ഞാൽ ആ മൂവിയില് അപ്പൊ നമ്മള് ഫൈനൽ കട്ട് അവരെ കാണിച്ചിട്ടൊക്കെയാണ് ഇറക്കിയത്. അപ്പൊ നമ്മൾ പറഞ്ഞ കുറെ തമാശകൾ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അവര് വേണ്ട, ഇതിനെപ്പറ്റി പറയണ്ട, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് എന്താണ്, അയാളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും.
അയാളുടെ അടുത്ത് അവര് ചോദിച്ചിട്ടുണ്ടായിരിക്കും, കാരണം അവരങ്ങനെ ചെയ്യണ്ടേ, അവര് ചെയ്തില്ല. അയാൾ ഇത് കണ്ടപ്പോ ഷോക്ക്. ഇതിലെ ഏറ്റവും രസമുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഫസ്റ്റ് റിയാക്ഷൻ വീഡിയോ ഇറക്കിയത് സിനിമയുടെ സൈഡിൽ നിന്നാണ്. അവര് നമ്മളെ വിളിച്ച് ചോദിച്ചിട്ടാണ് ചെയ്തത്, ഞങ്ങൾ ഈ കണ്ടന്റ് എടുത്ത് ചെയ്യട്ടെ, നിങ്ങൾക്ക് ഇതൊന്നും അടിക്കില്ല, ഇല്ല ചെയ്തു. ഈ ലിറ്റിൽ മിസ് റാവുത്തർ നമ്മൾ റിവ്യൂ ചെയ്ത നല്ലൊരു സിനിമയായിരുന്നു. നല്ല സിനിമ. ചെല്ലു പറഞ്ഞ് പെയ്ഡ് റിവ്യൂ ആണ് നല്ല. അല്ല അതില് അതും ഒരു മസാല ദോശക്ക് ചെയ്തതല്ലേ. റിവ്യൂ ഇട്ടപ്പോ അവരെല്ലാരും വന്ന് കമന്റ് ചെയ്ത് അവിടെ ആ ക്രൂയിലുള്ളതും സംഗീത് പ്രദീപ്, ഗൗരി, ഷേർഷയൊക്കെ അത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു പെയ്ഡ് എന്ന് പറഞ്ഞത്. അത് അണ്ടർ റേറ്റഡ് ആയി പോയി. കുഴപ്പമില്ലാത്തൊരു പടമായിരുന്നു. തിരുവനന്തപുരം, നിങ്ങൾ എവിടെയാണ് തിരുവനന്തപുരത്ത് പടം കാണാൻ പോണത്? ജനറലി തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ തിയേറ്റർ ഉള്ളത്. പിന്നെ ഇവിടെ എവിടെ പോയാലും കാണാം. ഏറ്റവും ഇഷ്ടമുള്ള ചോദിക്കുമ്പോ ഒരു ബന്ധം ഏറ്റവും ഇഷ്ടമുള്ളത് ഓടി വണ്ണല്ലേ. ചെറിയ പടമൊക്കെ ആണെങ്കിൽ ഇവിടെ ഗ്രീൻ ഫീൽഡിൽ പോയാലും കാണാം. മിക്കവാറും പോത്തം കൂടെ പോത്തും കൂടെ എന്തിയാണ് തിരുവനന്തപുരം ശരിക്കും അടിപൊളി സ്ഥലമാണ്. ഡ്രീംസ് നല്ലതാ. തിരുവനന്തപുരത്ത് പൊക്കാണ് നമ്മൾ സാധാരണ അങ്ങനെ ഭയങ്കര ഒരു കിടിലൻ, നല്ല റോഡ്, സിറ്റിയാണ്. ഭയങ്കര രസമുള്ള സിറ്റിയാണ്. അതായത് ആ മെട്രോയുടെ പരിപാടിയും കൂടി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. മെട്രോ വരല്ലേ തിരുവനന്തപുരത്ത്? പറയുന്നു വാഗ്ദാനങ്ങളുണ്ട്. അതെ, വളരെ വേറെ രീതിയിലേക്ക് ആവാൻ ചാൻസ് ഉള്ള ഒരു സിറ്റിയാണ്. നമ്മുടെ ബാംഗ്ലൂരിനൊക്കെ കമ്പയർ ചെയ്യുന്ന രീതിയിൽ വരാൻ സാധ്യതയുള്ള ഒരു സിറ്റി ആയിട്ട് തോന്നുന്നത്. അടുത്ത ഷോ ഇവിടെ ഉണ്ടല്ലേ? ഇവിടെ വരുമ്പോ എനിക്ക് ആദ്യം കൊച്ചിയാണ് ഭയങ്കര കിടിലൻ. കൊച്ചിക്ക് പക്ഷെ അങ്ങോട്ട് വികസിക്കാനുള്ള ഒരു സ്ഥലമില്ല. നല്ലതാണ്, പക്ഷേ കൊച്ചിയിൽ നല്ല പരിപാടികളും ഉണ്ട്, നല്ല സെറ്റ് സ്ഥലം. പ്രത്യേക ഭംഗിയുണ്ട് തിരുവനന്തപുരത്തിന്റെ ആ റോഡുകൾക്കും ഇതിനൊക്കെ ഭയങ്കര. അല്ല, നിങ്ങള് ഈ ഇടയ്ക്ക് വന്നപ്പോൾ എന്തോ ഒരു എന്തോ പാലത്തിന്റെ പുതിയ ഏതോ ഒരു പാലം വരണം എന്ന് പറഞ്ഞിട്ട് പണിയുണ്ട്. ഓ അവിടെ പണി കിടക്കണ കൊച്ചിയില്. നടക്കൂലല്ലോ, എല്ലായിടത്തും പാലം വേണം. ബിസിനസ്സും ആൾക്കാർ ഒരുപാടുണ്ട്. ബിസിനസ് ഒക്കെ പെട്ടെന്ന് വളരെ ഇവിടെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കോഴിക്കോട് നമ്മൾ അങ്ങനെ പോയിട്ടില്ല, പക്ഷെ കൊച്ചിയിൽ ട്രിവാൻഡ്രത്തെക്കാട്ടി ബെറ്റർ ആണ് ഫാർ ബെറ്റർ. ഫുഡ് ഒരുപാടുണ്ട്. എനിക്കാണ് തിരുവനന്തപുരത്ത് വെജ് ഫുഡ് കിടിലം കുറെ തിരുവനന്തപുരത്ത്. നമ്മുടെ കടിയൊക്കെ നല്ലത് തിരുവനന്തപുരത്ത്. വട ഇന്നലെ കൂടി പറഞ്ഞുള്ളൂ, തിരുവനന്തപുരം കടികൾ കിട്ടുന്നില്ല, മലബാർ കടികൾ മാത്രമേ ഉള്ളൂ. അത് പുതിയ ന്യൂജൻ കടകളിലെല്ലാം മലബാർ കടികൾ വെറൈറ്റി ആയിട്ട് കൊണ്ടുവരുന്ന നമ്മുടെ മറ്റേ പൂക്കേക്കൊക്കെ ഉണ്ടല്ലോ, വെട്ടേക്കാണോ? വെട്ടേക്ക്, ബജ്ജികൾ ഒക്കെ. പൂക്കേക്ക് എനിക്ക് മനസ്സിലായി. ഇങ്ങനെ 4 മറ്റേ ചായക്കട, മറ്റേ ഷെൽഫിൽ കിടക്കുന്ന. അത് കൊല്ലത്തൊരു എഴുത്താണി കടയുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇത് സംസാരിച്ച് കുറെ സമയമായി. നമുക്ക് തിരിച്ച് ട്രെയിൻ പിടിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഫുഡ് ഫുഡ് എന്ത് ഫുഡാണ് നിങ്ങൾക്ക് വേണ്ടത്? എങ്ങനത്തെ സാധനം? നല്ല ക്ഷീണമുണ്ട്. അപ്പൊ എന്തെങ്കിലും ഊണ് വേണോ, ബിരിയാണി വേണോ, മന്തി വേണോ? മന്തി വേണോ? മന്തി ഏതാ നല്ല സ്പോട്ട്? മന്തി മനസ്സിൽ പോവാം. കാര്യവട്ടം. കാര്യവട്ടത്തിന് കഴക്കൂട്ടത്തോട്ട് പോകുമ്പോഴത്തേക്ക്. പക്ഷെ നമുക്ക് സെൻട്രലിലാണ് കയറേണ്ടത്. കുറച്ച് ദൂരമേ ഉള്ളൂ. അവിടുന്ന് പിന്നെ കുറച്ച് ദൂരം. ഉള്ളൂരാണ് ഈ മന്തി. ഉള്ളൂരുണ്ട്. എന്നാ ഉള്ളൂര് പോവാം. ഉള്ളൂരാണ് അടുത്ത്. ഉള്ളൂര് റൈറ്റ് സൈഡിൽ. ഉള്ളൂരിന്ന് നമ്മളും വരാം. സപ്പോർട്ട് ആയിക്കോട്ടെ. നമ്മളും വരാം. ഞങ്ങള് വിളിച്ചിരിക്കുന്നു. അല്ല, വിളിക്കാൻ നിർബന്ധിതരായിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇവരെയും കൊണ്ട് മന്തി കഴിക്കാൻ പോവാണ്. കട്ട് ചെയ്യുമ്പോൾ കാണൂല. അപ്പൊ ഗൈസ്, അപ്പൊ താങ്ക് യു, നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു ഗൈസ്. പക്ഷെ 50 മിനിറ്റ് ഒന്നും പോയത് അറിഞ്ഞില്ല കേട്ടോ. പെട്ടെന്ന് പോയി. നമ്മൾ അങ്ങനെ ഡീപ്പായിട്ട് സംസാരിച്ചില്ല. നമ്മളിനി കൊച്ചി വരുമ്പോ നിങ്ങളുടെ അങ്ങോട്ട് വരാം. ക്ഷണിക്കണം. ക്ഷണിച്ചിരിക്കുന്നു. മറന്നു പോകാ. നമുക്ക് ഈ പോഡ്കാസ്റ്റ് എടുക്കുമ്പോഴൊക്കെ ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു, പക്ഷെ ഇവരെ കണ്ടപ്പോ കോൺഫിഡൻസ് കൂടി. നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെയാണ് നമ്മളൊന്നും പ്ലാൻ ചെയ്യില്ല. നമ്മളോട് വന്നിരുന്നു ഇതിനെക്കാട്ടി പ്ലാൻ ചെയ്യും. ഇവരത് പറഞ്ഞു. അപ്പൊ പറഞ്ഞു
നമുക്ക് തോന്നി നമ്മൾ വന്നിരുന്നിട്ടെങ്കിലും ഒന്ന് ആലോചിക്കാം. ഞാൻ പറയണത് നിങ്ങളുടെ കൂട്ടത്തിൽ യവനെ പോലൊരുത്തം വേണം. അടിപൊളിയായിരിക്കും. ഓ നിങ്ങളെ ചെവിയും തലയൊക്കെ തിന്നും. എന്തെല്ലാം പറയുമെന്നറിയാമോ? ആള് ഇവിടെ ഇരിക്കുമ്പോ അടക്കിയിരിക്കുന്നു. അവൻ പറയണോടാണ് ഇതെങ്കിലും ഇല്ലെങ്കിൽ അതും ഇല്ലായിരിക്കും. ചിലപ്പോൾ മാസത്തിൽ ഒരെണ്ണമൊക്കെ വരും. അല്ല അതുകൊണ്ടാ കുറച്ച് വർക്ക് ചെയ്യുന്നവരല്ലേ ഫുൾ ടൈം? ഇവനാണ് ഇപ്പൊ ഫുൾ ടൈം വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഇല്ല, ബാംഗ്ലൂർ. ക്രിസ്മസ് ലീവിന് വന്നു. അപ്പൊ അവൻ പിഴിയാന്ന് വിചാരിച്ചു. നമുക്ക് പോയി മന്തി കഴിച്ചാലോ? അതെ, അപ്പൊ നല്ലൊരു എപ്പിസോഡ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. എവിടെ നോക്കിട്ട് ഒരു സൈൻ ഓഫ് അടിക്കുക. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. എന്തൊരു എനർജി ഇല്ലാത്തൊരു ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവരെ കാണുമ്പോ നമുക്കൊരു ഊർജം കിട്ടേ. മനസ്സിലായില്ല? ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഈ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ സൈൻ ഓഫ് ചെയ്തോ. അല്ല നിങ്ങളുടെ ബിറ്റ് നമുക്ക് തരും. അപ്പൊ നമ്മുടെ ഈ കാണുന്നവർക്ക് ഒരു മനസ്സിലാവും നമ്മുടെ വാല്യൂ. കൊളാബിടാം യൂട്യൂബില്. യൂട്യൂബില് കൊളാബ് ചെയ്തിടാം. നമുക്ക് കൊളാബിടാം. അപ്പൊ ഗൈസ് ഒന്ന് അവസാനിപ്പിച്ച്, എനർജിയിലൊന്ന് അവസാനിപ്പിച്ച്. എന്തിനു പറയാൻ? ബൈ ദ വേ, ഈ ഷോ 27-ാം തീയതിക്ക് മുമ്പ് ഇറങ്ങുകയാണെങ്കിൽ 27-ാം തീയതി കൊച്ചിയിൽ ഏറ്റവും വലിയ സ്റ്റാൻഡപ്പ് കോമഡി ഷോ നടക്കുന്നുണ്ട്. എല്ലാരും വരണം പ്ലീസ്. എല്ലാരും പോവുക. സപ്പോർട്ട് ചെയ്യുക. ചിലപ്പോ നമ്മളെ കാണാൻ പറ്റും. പറ്റുവാണെങ്കിൽ ഞാനും ഉല്ലാസം വരും. നിങ്ങൾക്ക് കാണാം. അപ്പൊ 27-ാം തീയതി എല്ലാരും ഒന്ന് ട്രൈ ചെയ്യുക. ഒബ്രോൺ മോൾ അല്ലേ? ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പും കൂടി ചെയ്യുക. ഹൈപ്പ് ചെയ്യുക, പിന്നെ കമന്റ് ചെയ്യുക. കമന്റ് ചെയ്യുക. സ്നേഹം പറക്കട്ടെ, സ്നേഹം മാത്രം. അതെ ഗൈസ്, അപ്പൊ എന്തായാലും ബൈ.